പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ സൗമ്യ അനീഷാണ്. തന്റെ ജീവിതാനുഭവം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുക. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ സൗമ്യ അനീഷിനെ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. സിസ്റ്ററിനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ സിസ്റ്ററെ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിലായിരിക്കും. എൻ്റെ പേര് സൗമ്യ. ഞാൻ കായംകുളത്ത് നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത്. എനിക്ക് ഹസ്ബൻഡ് 3 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ കായംകുളത്ത് പാർത്ത് കർത്താവിന്റെ വേല ചെയ്തു പോകുന്നു. ആമേൻ. കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അരോമ ടിവിയിലൂടെ എന്നെ എൻ്റെ സാക്ഷ്യം പറയുവാൻ എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെ ഞാൻ ഈ സമയം പറയുന്നു. എൻ്റെ പേര് സൗമ്യ. എനിക്ക് 3 കുഞ്ഞുങ്ങള്. ഹസ്ബൻഡ്, ഞങ്ങള് കർത്തൃവേലയിലായിരിക്കുന്നു. എൻ്റെ കർത്താവിനെ വിളിച്ച് വേർതിരിച്ച നാള് മുതൽ ഈ നിമിഷം വരെയും ദൈവം എന്നെ നടത്തിയ, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത സാക്ഷ്യങ്ങളെ പറയുവാൻ തക്കവണ്ണം ഈ സമയത്ത് ഞാൻ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. എൻ്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു യാഥാസ്ഥിതിക ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എനിക്ക് മാതാവും പിതാവും ഒരു സഹോദരിയുമാണ് ഉള്ളത്. എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനടുത്ത് എരിക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. അവിടെ എരിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മുണ്ടോലിൽ എന്ന് പറഞ്ഞൊരു ദേവി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനോട് ഏകദേശം ഒരു 50 മീറ്റർ അകലെ മാറിയാണ് എൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വളരെ കുഞ്ഞു പ്രായം മുതൽ എൻ്റെ പിതാവ് ഹൈന്ദവപരമായ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആളും അത് അനുവർത്തിച്ചു പോകുന്ന ഒരു വ്യക്തിയുമായിരുന്നു. എൻ്റെ പിതാവിനെ സംബന്ധിച്ച് വേദങ്ങൾ, ഉപനിഷത്തുകള്, അങ്ങനെ ജ്യോതിശാസ്ത്രം, അതെല്ലാം വിവിധ ഭാഷകളിൽ പഠിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് എൻ്റെ ഭവനം കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളെ 2 കുഞ്ഞുങ്ങളെയും ആ ഒരു തലത്തിൽ തന്നെ എൻ്റെ പിതാവ് വളർത്തി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ ചെറിയ പ്രായം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ പപ്പയ്ക്ക് ഒരു ഫർണിച്ചറിന്റെ ഒരു ചിട്ടി കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനു മുൻപിട്ട് എൻ്റെ പപ്പ കർണാടകയിലെ PWD കോൺട്രാക്ടർ ആയിരുന്നു. അവിടുന്ന് താൻ അതെല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരികയും ഒരു ചെറിയ വീട് വെച്ചു. ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടങ്ങളിലായിരുന്നു എൻ്റെ പപ്പ ഇങ്ങനെ ഒരു പ്രസ്ഥാനമിട്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായത്. വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു ഞങ്ങളുടേത്. വീട് വെച്ചു, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ എൻ്റെ അപ്പച്ചൻ മുന്നോട്ട് പോയിരുന്ന സമയത്ത് ആ ഒരു ചിട്ടി കമ്പനി അതൊരു വലിയൊരു കടബാധ്യതയുടെ നടുവിലേക്ക് വന്നെത്തുവാൻ തക്കവണ്ണം ഇടയായി. ആ ഒരു ബാധ്യത തീർക്കുവാൻ വേണ്ടി അടുത്ത ഒരു കാര്യം താൻ ചെയ്തു. അത് അതിനേക്കാൾ കൂടുതൽ വഷളാവുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരു വലിയൊരു ബാധ്യത എൻ്റെ ഭവനത്തിനകത്ത് വന്ന് കൂടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എൻ്റെ പിതാവ് വളരെയധികം ഭാരപ്പെട്ടു. ആ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോയിരുന്ന ആ എൻ്റെ ഭവനത്തിനകത്ത് വളരെ പ്രയാസങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും പട്ടിണിയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടു. ആ സമയത്തെന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവിനെ സംബന്ധിച്ച് ചെറുപ്പത്തിൽ തന്നെ 10 വയസ്സുള്ളപ്പോൾ തൻ്റെ അപ്പൻ മരിച്ചിട്ട് തൻ്റെ സഹോദരങ്ങളെയും അമ്മയെയും കുഞ്ഞു പ്രായത്തിൽ തന്നെ തൻ്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ താൻ പഠിച്ച് നല്ല മിടുക്കനായ ഒരാളായിരുന്നു.
അത് നിർത്തിയതിനു ശേഷം താന് വടക്കേന്ത്യയുടെ പ്രദേശത്ത് പോയി താൻ ജോലി ചെയ്ത് എല്ലാം നേടി, സഹോദരങ്ങളെ നോക്കി, എല്ലാ കാര്യങ്ങളും ചെയ്ത് കുടുംബത്തിലൊരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് അമ്മയെയും സഹോദരങ്ങളെയൊക്കെ വളർത്തി എല്ലാവരെയും നല്ല സ്ഥിതിയിലാക്കിയ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ അവസാനമാണ് എൻ്റെ അപ്പച്ചൻ വിവാഹം കഴിച്ചത്. ആ ഒരു സാഹചര്യത്തില് എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ വലിയ കടഭാരവും പ്രയാസവും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും വന്ന സമയത്ത് എല്ലാ അവസ്ഥയിലൂടെ എൻ്റെ പിതാവ് കടന്നുപോയി. താൻ സേവിച്ചു നിന്ന ആ ഒരു ഹൈന്ദവരുടേതായ എല്ലാ കാര്യങ്ങളും എൻ്റെ പപ്പ ചെയ്തു. പക്ഷെ അതിലൊന്നും തനിക്കൊരു വിജയം കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. താൻ പോയ ക്ഷേത്രങ്ങളിലൊന്നും തനിക്കൊരു സമാധാനം കിട്ടുവാൻ തക്കവണ്ണം ഇടയായില്ല. പിന്നെ താൻ വിചാരിച്ചു എൻ്റെ പപ്പയുടെ അപ്പച്ചന്റെ സഹോദരങ്ങള്, അമ്മ, അനിയന് ഇവരൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു. അവരോടൊക്കെ പോയി ചോദിച്ചപ്പോഴ് അവരൊക്കെയും പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് വരണ്ട, എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് എൻ്റെ പപ്പയെ ഉപേക്ഷിച്ച് വിടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പോയ സാഹചര്യങ്ങളും പോയ വഴികളും എല്ലാം എൻ്റെ പപ്പയ്ക്ക് അനുകൂലമായ ഒരു വാക്കുകൊണ്ട് പോലും ഒരു സമാധാനം പറയുവാൻ ഭൂമിയിൽ ആരും തന്നെ തനിക്ക് ഉണ്ടായിരുന്നില്ല. താൻ സ്നേഹിച്ച അമ്മയോ അപ്പനോ സഹോദരങ്ങളോ സേവിച്ച ദൈവങ്ങളോ പോയ വഴികളിലൊന്നും എൻ്റെ പപ്പയ്ക്കൊരു സമാധാനം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായില്ല. അങ്ങനെ തന്റെ ജീവിതത്തിൽ ഞാൻ ആ സമയത്ത് ഏകദേശം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയമാണ്. 4ാം ക്ലാസ്സിൽ നിന്ന് 5ലേക്കൊക്കെ ആകുന്ന ഒരു ടൈമാണ്. ഇളയ മോളുണ്ട്, അവൾ എന്നെയൊക്കെ 5 വയസ്സിന് ഇളയതാണ്. കുഞ്ഞ് 2 പെൺകുഞ്ഞുങ്ങളാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആഹാരത്തിന് പോലും വളരെ പ്രയാസമായി. പിന്നെ ഈ കടങ്ങളും ഭാരങ്ങളും അധികമായി മുന്നോട്ട് വരുന്ന സമയത്ത് ഇത് കൊടുക്കുവാനുള്ളവര് ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരികയും ഭയങ്കരമാകുന്ന പ്രശ്നങ്ങൾ. അന്ന് ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളായോണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ കണ്ണിനകത്തൊരു വലിയൊരു ഭീകരാവസ്ഥയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആരോടും മിണ്ടത്തില്ല. എല്ലാം ഒരു ഭയാനകരമായ ഒരു അന്തരീക്ഷത്തില്. പിതാവിന്റെ മാനസിക നിലയെല്ലാം മൊത്തത്തിൽ തകർന്നു. വീടിനകത്ത് ഞങ്ങൾക്ക് സമാധാനമില്ല. ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനോ ഞങ്ങൾക്ക് ഒരു നേരത്തെ ഒരു ഭക്ഷണം തരുവാനോ ഞങ്ങളെ ഒന്ന് വിളിക്കുവാനോ ഒരു മനുഷ്യനും ഞങ്ങളുടെ ജീവിതത്തിലില്ല. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ എൻ്റെ അപ്പൻ ഇങ്ങനെ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ അപ്പച്ചന് ഇങ്ങനെ മുന്നോട്ട് പോയിരുന്ന സമയത്ത് ഭയങ്കരമാകുന്ന പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. അത്രമാത്രം ദേശത്തിലുള്ളവര്, നമുക്ക് സാമ്പത്തികം കൊടുക്കാനുള്ളവരൊക്കെ നമ്മളെ വന്ന് വളരെ മാത്രം ബുദ്ധിമുട്ടിക്കുവാൻ ഇടയായി തീർന്നു. ആ അവസ്ഥയിലൂടെ എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ പോകുമ്പോൾ ലാസ്റ്റ് ഒരു തീരുമാനമെടുത്തു. ഇനി എന്നെ സഹായിക്കുവാൻ ഈ ഭൂമിയിൽ ആരുമില്ല. എന്നെ സഹായിക്കുവാനായിട്ട് ആരും തന്നെ ഈ ഭൂമിയിലില്ല. അപ്പനുമില്ല, അമ്മയുമില്ല, സഹോദരങ്ങളുമില്ല, ആരുമില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആത്മഹത്യ. ആ ഒരു തീരുമാനം താൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ട് അതൊരു ഉറപ്പാക്കി ആത്മഹത്യ ചെയ്യാൻ തന്നെ താൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു മാനസിക രോഗിയെ പോലെ തന്റെ മാനസിക നിലയെല്ലാം തെറ്റി ഒരു വിഭ്രാന്തി പിടിച്ചൊരവസ്ഥയിലൂടെ എൻ്റെ അപ്പച്ചൻ കടന്നുപോയി. അപ്പൊ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, നീ ഒരു ദിവസം എന്ത് ചെയ്യണം, 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് കടന്നു പോകാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ അമ്മച്ചിക്ക് മനസ്സിലായി, ഇല്ല, എൻ്റെ അപ്പന്റെ മാനസിക നില തെറ്റി നിൽക്കുന്ന ഒരവസ്ഥയാണ്, ചേട്ടനെ ഇട്ടേച്ച് ഞാൻ എങ്ങും പോകത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അത് പറ്റത്തില്ല, നീ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പോകത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി എൻ്റെ അമ്മച്ചിയെ തല്ലി. എൻ്റെ അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ട് എന്നെ കയ്യിലും പിടിച്ചു ഇളയ കുഞ്ഞിനെ ഒക്കത്തും എടുത്തുകൊണ്ട് ആ വീട്ടിൽ നിന്ന് അമ്മച്ചി ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എൻ്റെ അമ്മച്ചിയുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചി ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു. പക്ഷെ എൻ്റെ അമ്മച്ചി ചെറുപ്പം മുതല് മർത്തോമ ചർച്ചിലും ആ ക്രിസ്തീയ ക്ലാസ്സുകളിലും ആ കൂട്ടുകാരൊക്കെയാണെങ്കിലും ഒരു മർത്തോമ അനുഭവത്തിലൂടെയായിരുന്നു എൻ്റെ അമ്മച്ചി കടന്നു. അപ്പൊ യേശുവിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. അധികമായിട്ടൊന്നും ഒന്നും അറിയത്തില്ല, ക്ഷേത്രങ്ങളിലൊന്നും പോയിട്ടുമില്ല. അങ്ങനെ എൻ്റെ അമ്മച്ചി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ യേശുവേ, എൻ്റെ ചേട്ടനെ നീ സൂക്ഷിക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് ഞങ്ങളെ കൈക്ക് പിടിച്ചുകൊണ്ട് എൻ്റെ അമ്മച്ചി ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയായി. ഇറങ്ങിയില്ലെങ്കിൽ എൻ്റെ അമ്മച്ചി അടിക്കും, അത്രമാത്രം ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മച്ചി ഞങ്ങളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം അങ്ങനെ അങ്ങ് പോയി മുന്നോട്ട് പോയ സമയത്ത് എൻ്റെ അപ്പച്ചൻ തീരുമാനിച്ചു, എല്ലാ കാര്യങ്ങളും ഓക്കെയായി, ആരും ഇനിയില്ല, ഇനിയുള്ള നിമിഷങ്ങളില് എനിക്ക് ആത്മഹത്യ ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ തന്നെ എത്തിയിട്ട് താൻ വാതിലടച്ചിട്ട് താൻ ഇങ്ങനെ ഉത്തരത്തിൽ കയറിട്ടിട്ട് താൻ മേശയെല്ലാം റെഡിയാക്കി വെച്ച് അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ താൻ ആത്മഹത്യ ചെയ്യാനായിരിക്കുന്ന ആ സമയത്ത് ആരോ വന്ന് വാതിക്കൽ വന്ന് മുട്ടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ അപ്പച്ചൻ വന്ന് ആരാണ് വിളിക്കുന്നത്, ഒന്നുകൂടെ നോക്കിയിട്ടാവാം എന്ന് കരുതി താൻ ഇറങ്ങി വാതിൽ തുറന്നു നോക്കിയപ്പോൾ എവരിംഗ് ഹോം ക്രൂസൈഡിൽ അന്ന് സുവിശേഷ വേല ചെയ്തിരുന്ന ഒരു ദേവദാസന്റെ കുടുംബമായിരുന്നു. അവര് ഇങ്ങനെ ആ ദേശങ്ങളിലെല്ലാം സുവിശേഷ
സുവിശേഷം പറഞ്ഞു വന്നപ്പോൾ അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇന്ന ദേശത്ത് നിങ്ങൾ കടന്നു ചെല്ലണം. അവിടെ ഒരു വ്യക്തി മരണത്തിലേക്ക് പോകുവാനിരിക്കുന്നത് പരിശുദ്ധാത്മാവ് അവരോട് വ്യക്തമായി സംസാരിച്ചിട്ട് അവര് ഞങ്ങളുടെ ആ ഭവനത്തിന്റെ വാതിക്കൽ വന്നു നിന്നു. എന്റെ പിതാവ് കതവ് തുറന്നു, ഒരു ലഘുലേഖ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ എന്റെ അപ്പച്ചൻ എല്ലാ കാര്യങ്ങളും അറിവുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് എന്താ ഇതെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ തനിക്കുണ്ടായി. താന് വേഗം പറഞ്ഞു, അകത്തേക്ക് കയറിയിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറിയിരുന്നപ്പോൾ യേശു വന്ന ദൈവത്തെക്കുറിച്ചും ഈ ദൈവത്തെ ആരാധിച്ചാൽ, ഈ ദൈവത്തെ വിളിച്ചാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്നും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകുന്നുവെന്നും നമുക്കൊരു നിത്യതയുണ്ടെന്നും ഒക്കെ ആ ദേവദാസന്മാർ സുവിശേഷത്തിലൂടെ എന്റെ പിതാവിനോട് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എന്റെ അപ്പച്ചൻ ആ സമയത്ത് അവിടെ സമർപ്പിച്ചു. ആ സമയത്ത് അവരെന്റെ അപ്പച്ചന്റെ ശിരസിന്റെ മേൽ കൈവച്ച് അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവര് മടങ്ങിപ്പോയി. എന്റെ അപ്പച്ചന്റെ ശരീരത്തിൽ നിന്ന് എന്തെന്നില്ലാത്ത ഒരു അദൃശ്യ ശക്തി തന്നെ വിട്ട് മാറിപ്പോകുന്നതായിട്ട് തനിക്ക് അനുഭവപ്പെട്ടു. വേഗം എന്റെ അമ്മച്ചി മടങ്ങി വീട്ടിൽ വരെ പോയില്ല, തിരിച്ചു വേഗം വന്നപ്പോഴത്തേക്കിന് സന്തോഷത്തോടെ ഇരിക്കുന്ന എന്റെ പിതാവിനെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് കണ്ടപ്പോൾ എന്റെ അമ്മച്ചിയുടെ ഹൃദയം വളരെയധികം സന്തോഷിച്ചു. ഇതിനകത്തൊരു കാര്യമുണ്ട്. എന്റെ അമ്മ വിവാഹം കഴിച്ചുകൊണ്ട് എന്റെ അപ്പച്ചൻ കൊണ്ടുവരുന്ന സമയത്ത് എന്റെ അമ്മച്ചിയുടെ ബാഗിനകത്ത് ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നു. അത് ആരും കാണാതെ താൻ ഒളിപ്പിച്ച് അതിനകത്ത് വെച്ചിരിക്കുകയാണ് എന്റെ അമ്മച്ചി. അപ്പോ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനം എവിടെ ഇരുന്നോ അവിടെ ഇരുന്നാൽ ദൈവത്തിന്റെ വചനം വിടുവിക്കുന്ന വചനമാണ്. അത് ആ ശക്തിയുള്ള വചനമാണ്. ആ ദൈവവചനത്തിന്റെ ശക്തി എന്റെ പിതാവിനെ തൊടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ എന്റെ അമ്മച്ചി ഭവനത്തിലേക്ക് വന്നു. എന്റെ അപ്പച്ചൻ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എന്റെ അമ്മച്ചിയോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ദൈവസ്ഥനത്തെ സമർപ്പിച്ചിട്ട് പിറ്റേ ഞായറാഴ്ച ആ ദേവദാസന്മാർ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരികയും അന്ന് സൈക്കിളിലാണ് അവരൊക്കെ സുവിശേഷം പറയുവാൻ വരുന്നത്. അങ്ങനെ ഞങ്ങളെ കുടുംബമായിട്ട് അവര് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ കിലോമീറ്ററുകളോളം നടന്ന് കാർത്തികപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, എരിക്കാവിൽ നിന്ന് കാർത്തികപ്പള്ളി വരെ ആ ചെറിയ റോഡിലൂടെ ഞങ്ങൾ കുഞ്ഞുങ്ങളാണ് ഞങ്ങളെ കൊണ്ട് അവര് പോയി അവിടെ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചർച്ചിൽ ഞങ്ങളെ കൊണ്ട് ചെന്നു. അവിടെ ആരാധനയ്ക്കായിട്ട് കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാം ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ ചെന്ന് ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷവും സമാധാനവും എന്റെ പിതാവിനും ഞങ്ങളുടെ ജീവിതത്തിലൊക്കെയും ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന കാലങ്ങളില് ഞങ്ങൾ ദിവസവും പാടുകയും ഒന്നും അറിയത്തില്ലെങ്കിലും അവരൊക്കെ ചെയ്യുന്നത് പോലെ കയ്യടിക്കുകയും സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും. അങ്ങനെയൊക്കെ ഞങ്ങൾ ദൈവത്തോട് ചേർന്ന് ഇരുന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന കാലങ്ങളില് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ബന്ധുക്കാര്, ചർച്ചക്കാര്, അതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആർക്കും ഒരു കുഴപ്പമില്ല. കടഭാരം വന്നു, എന്റെ പപ്പ വല്ലാത്ത അവസ്ഥയിലായി, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഇതെല്ലാം അറിഞ്ഞിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാനായി കടന്നുപോയി എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി. അവരെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ, നിങ്ങൾക്ക് നാണമില്ല, നിങ്ങൾ പോകുന്നത് ശരിയല്ല, ഞങ്ങളുടെ കുടുംബത്തിനത് നാണക്കേടാണെന്ന് പറഞ്ഞ് ഒത്തിരി ഞങ്ങളെ അപവാദം പറയുകയും ഞങ്ങളെ ഒത്തിരി അവര് കളിയാക്കുകയും ഒത്തിരി വേദനാജനകമായ സാഹചര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ കാര്യത്തിനും എന്റെ മാതാപിതാക്കളെ മാറ്റി നിർത്തി, എല്ലാത്തിൽ നിന്നും അവര് ഞങ്ങളെ ഒറ്റപ്പെടുത്തി. അങ്ങനെ എന്റെ അപ്പച്ചന് ആ ക്രിസ്തുവിനെ അറിഞ്ഞ ആ നാള് മുതൽ വളരെ വിശ്വസ്തയോടെ ഒരു ഞായറാഴ്ച പോലും മുടക്കത്തില്ല, ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥന പോലും മുടക്കത്തില്ല. അന്നൊക്കെ കാത്തിരിപ്പ് യോഗമുണ്ട്, കിലോമീറ്ററുകളോളം നടന്ന് എന്റെ അപ്പച്ചൻ ഞങ്ങളെയും കൊണ്ട് രാത്രിയിൽ പോകും. ഒരു വടിയൊക്കെ വെച്ചോണ്ടാണ് രാത്രി റോഡിലൂടെ പോകുമ്പോ ഒരു പട്ടിയൊക്കെ വരുവാണെങ്കിൽ അതിനെ അടിക്കാനായിട്ട് അങ്ങനെ നടന്ന് ചെന്ന് കാത്തിരിപ്പ് യോഗത്തിന് പോകും. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന മുടക്കത്തില്ല. അങ്ങനെ ഞായറാഴ്ച ആരാധന, അങ്ങനെ വളരെ സന്തോഷകരമാകുന്ന ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ആ കടഭാരം അവിടെ നിപ്പുണ്ട്. പക്ഷെ ഒരു നിത്യ ആശ്വാസം സ്വർഗത്തിലെ ദൈവം എന്റെ അപ്പച്ചന് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമാണ്. പക്ഷെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്, കർത്താവ് അതിശയങ്ങളുടെ കർത്താവാണ്. ഞങ്ങളെ ദൈവം മാനിച്ചു. എന്റെ അപ്പച്ചൻ പ്രാർത്ഥിച്ച ഒരൊറ്റ കാര്യമുണ്ട്, കർത്താവേ, ഞങ്ങള് ഈ ദൈവത്തെ വിളിക്കുവാൻ ഇറങ്ങി തിരിച്ചിട്ട് ഇവര് പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജീവിതം കിട്ടത്തില്ല, ഇവരെ ആരെയും കെട്ടിക്കൊണ്ട് പോകത്തില്ല, കമ്മലും മാല ഊരി നടക്കുന്നതിനൊക്കെ ആർക്ക് വേണം, ഇതൊക്കെ നശിച്ചു പോകത്തേ ഉള്ളെന്നൊക്കെ എല്ലാവരും പ്രാഗി ഒത്തിരി ഞങ്ങളെ
സന്തോഷിച്ചു. അന്ന് എന്റെ പിതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കൊടുക്കണമേ കർത്താവേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല കുഞ്ഞുങ്ങൾ സുവിശേഷ വേലക്കാരെ കൊടുക്കണമേ. എന്റെ പിതാവ് കരയുവാനും പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. അങ്ങനെ ചില നാളുകൾ ഞങ്ങൾ മുന്നോട്ട് പോയി. എന്നാൽ കർത്താവ് ഞങ്ങളെ വളരെ അത്ഭുതകരമായിട്ട് നടത്തി. ആ ചെറിയ പ്രായത്തില് ദൈവത്തെ ആരാധിക്കുന്നതിനകത്തൊരു ഞങ്ങൾക്കൊരു ചിട്ടയുണ്ടായിരുന്നു. എല്ലാ ദിവസവും കറക്റ്റ് സന്ധ്യ സമയത്ത് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വേദപുസ്തകം വായിക്കും. എല്ലാ വിഷയങ്ങളും വഹിച്ച് പപ്പ പ്രാർത്ഥിക്കുകയും വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുക. ഇന്നൊക്കെ 2 പാട്ട് പാടി നമ്മൾ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് വേഗം പഠിക്കുവാനായിട്ട് കുഞ്ഞുങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ പിടിച്ചിരുത്തി, ഉറക്കം വന്നാലും ഞങ്ങളുടെ തലയൊക്കെ നിവർത്തി വെച്ചിരുന്ന് ഇരുത്തി ഞങ്ങളെ ആരാധിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ഞങ്ങൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് പകരുവാനിടയായി തീർന്നു. അങ്ങനെ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ഞങ്ങൾക്ക് ആരാധിക്കുവാൻ, ഈ സത്യ ദൈവത്തെ വിളിക്കുവാനുള്ളൊരു ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി തന്നു. ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം നേടിയാലും, ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് സ്വത്തുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും ആഡംബരപൂർണമാകുന്ന ജീവിതം, നല്ല ഭവനമുണ്ട്, നല്ല സൗകര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും യേശുവില്ലെങ്കിൽ എല്ലാം ശൂന്യമാണ്. ഈ കർത്താവ് എന്ന് ഞങ്ങളുടെ ഭവനത്തിനകത്ത് കയറി വന്നു അന്ന് മുതൽ ദൈവം ഞങ്ങളെ മാനിക്കുവാനായി തുടർന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള കഷ്ടതകളുടെ പ്രയാസങ്ങളുടെ നടുവിലൂടെ ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു വലിയ സന്തോഷം ഞങ്ങൾക്ക് അനുഭവിക്കാം. ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ ചുറ്റുപാടില്, ഞങ്ങളുടെ ബന്ധുക്കാരുടെ നടുവില് അവരുടെയൊക്കെ ഭവനങ്ങളിൽ ഇല്ലാത്ത ഒരു വലിയ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. അനേക ദേവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും, ആ ദേശത്ത് ഒരു പെന്തക്കോസ്തുകാരുടെ കൂട്ടായ്മയില്ല, പെന്തക്കോസ്ത് എന്തെന്ന് ആ ദേശത്ത് അറിയത്തില്ല. അവിടെ ഞങ്ങളുടെ ഭവനത്തിൽ പ്രെയർ ആരംഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അനേകര് ക്രിസ്തുവിനെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ആ സമയത്തൊക്കെ വളരെയധികം പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. എങ്കിലും സർവശക്തനായ ദൈവം ഞങ്ങളെ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങളെ നടത്തി. എന്റെ അപ്പച്ചന്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ദൈവമേ ഈ ജാതികൾ കാണേണ്ടതിന് എന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഒരുക്കണമെന്ന്. എന്നാൽ എന്റെ അപ്പച്ചന്, ഞാൻ എന്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ VHSC +2 പഠിക്കാനായിട്ട് എന്നെ വിട്ടു. സയൻസ് പഠിച്ചു. അങ്ങനെ വിദ്യാഭ്യാസം +2 ഞാൻ പാസ്സായി. ആ സമയത്തൊക്കെ ഒത്തിരി വിവാഹാലോചനകൾ എന്റെ പപ്പയോട് പലരും ചോദിക്കുമായിരുന്നു. അപ്പോഴൊക്കെ എന്റെ അപ്പച്ചൻ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. എന്റെ പപ്പയുടെ കൊടുക്കുവാനോ ആ കാര്യങ്ങൾക്ക് ചെലവാക്കുവാനോ ഒന്നുമില്ല. എന്റെ അപ്പച്ചൻ ഒരു 10 രൂപ എടുത്ത് വേദപുസ്തകത്തിൽ വെച്ചിട്ടിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ദൈവമേ എന്റെ കുഞ്ഞിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഞങ്ങൾക്ക് കൊച്ചു കുഞ്ഞുങ്ങളാണ്, ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഞാൻ വെക്കേഷൻ ബൈബിൾ ക്ലാസ് VBS തിരുവല്ല ഷാരോന്റെ ഒരു വെക്കേഷൻ ടൈമുകളിലുണ്ട്. ആ സമയത്ത് ഞാൻ അവിടെ എന്റെ ചർച്ചിൽ നിന്ന് എന്റെ കൊച്ചുങ്ങളെ എല്ലാം പഠിക്കാൻ വിടുന്ന കൂട്ടത്തിൽ എന്നെയും അവിടെ കൊണ്ടാക്കി. അവിടെ ചെന്നപ്പോൾ വളരെ ഒത്തിരിയും ദൈവമക്കളും കുഞ്ഞുങ്ങളും, ഞാൻ ഒത്തിരി പേരൊന്നും കണ്ടിട്ടില്ല, പക്ഷെ വളരെ സന്തോഷമായിരുന്നു. അവിടെ പഠിക്കുന്ന സമയത്താണ് ഒരു ആൻസി സത്യം എന്ന് പറഞ്ഞൊരു കുഞ്ഞ് അവിടെ പഠിക്കാനായി വന്നു. അതിന്റെ അമ്മ വന്ന് ആ കുഞ്ഞിനെ അവിടെ വിട്ടേച്ചു. ഒത്തിരി നേരം എന്നോട് ആ അമ്മ അങ്ങ് സംസാരിച്ചിട്ട് ആ അമ്മ കുഞ്ഞിനെ ആക്കിയിട്ട് അങ്ങ് പോയി. പക്ഷെ അവള് ഒരു 2 ആഴ്ച പോലും നിന്നില്ല. അവിടുത്തെ ഭക്ഷണം ഒന്നും തനിക്ക് പിടിക്കാതായി, ശാരീരിക ബുദ്ധിമുട്ട് കാരണം കുഞ്ഞങ്ങ് മടങ്ങിപ്പോയി. അപ്പൊ അവള് വീട്ടിൽ ചെന്നപ്പോ ഇങ്ങനെ പറഞ്ഞു, അമ്മ അന്ന് സംസാരിച്ച ആ ചേച്ചി കണ്ടോ, അത് എന്റെ ചേട്ടായിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ചേച്ചിയാണെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ കുഞ്ഞല്ലേ പറയുന്നത്, മോള് വിഷമിക്കാതെ, ദൈവത്തിന്റെ ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ദൈവം നമ്മുടെ വീട്ടിൽ ആ കുഞ്ഞിനെ കൊണ്ടുതരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 മാസം അവിടുത്തെ ബൈബിൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. +2 പഠിക്കുന്ന സമയം. അങ്ങനെ എന്നെ ഈ കുഞ്ഞ് എന്റെ മമ്മിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ ഞങ്ങളുടെ വീട്ടിൽ വിളിക്കുകയും പറയുകയും ഒക്കെയും ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫാമിലി ഫ്രണ്ട്സ് പോലെ പോയി വരികയും ചെയ്തു. അങ്ങനെ എന്റെ പപ്പ തന്നെ ഇവരോട് ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എനിക്ക് ഒത്തിരി വിവാഹാലോചനകളൊക്കെ ഇങ്ങനെ പലരും ചോദിച്ചത് കൊണ്ട് അപ്പൊ എന്റെ അമ്മച്ചി പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അവര് തന്നെ ഇങ്ങോട്ട് വന്ന് ചോദിക്കുമെന്ന്. എന്തായാലും കർത്താവിന്റെ ഹിതം അതിനകത്ത് വെളിപ്പെട്ടു. നമ്മുടെ വീട്ടുകാർ തമ്മിൽ ആലോചിച്ചു ആ വിവാഹം പെട്ടെന്ന് നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. കാര്യം പ്രായം വളരെ കുറവാണെങ്കിലും കർത്താവിന്റെ ദാസൻ അന്ന് ദൈവവചനം പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത സമയമായിരുന്നു. സുവിശേഷ വേല ചെയ്യണമെങ്കിൽ താൻ കുടുംബസ്ഥനാകണമല്ലോ, അതുകൊണ്ട് വേഗം വിവാഹം നടത്തുവാൻ ഇടയായിത്തീർന്നു. ആ സമയത്തൊക്കെ എന്റെ അപ്പച്ചന്റെ കയ്യിൽ 1 രൂപ പോലുമില്ല. എന്റെ അപ്പച്ചൻ 10 രൂപ വെച്ച് ബൈബിളിൽ വെച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നാൽ സ്വർഗത്തിലെ ദൈവം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഒരിക്കലും അന്നത്തെ സാഹചര്യത്തിൽ
സാഹചര്യത്തിൽ എനിക്ക് എന്റെ ഭവനത്തിന്റെ സ്ഥിതി വെച്ച് ചെന്ന് കയറാൻ പറ്റാത്ത ഒരു ഭവനമായിരുന്നു. പപ്പയ്ക്ക് BSNL ഉദ്യോഗസ്ഥനാണ് പപ്പ. അമ്മച്ചിയുണ്ട്. അവര് 3 മക്കൾ. അവര് 3 പേരും കർത്താവിന്റെ വേലയിൽ ഇപ്പോൾ ആയിരിക്കുന്നു. അപ്പൊ അവര് സാമ്പത്തികമായും എല്ലാ തരത്തിലും അവര് ഉയർന്നു നിൽക്കുന്ന ഒരു ഭവനം തന്നെയായിരുന്നു. എന്നാൽ കർത്താവിന്റെ നീതി, എന്റെ അപ്പച്ചന്റെ പ്രാർത്ഥന, ദൈവമേ ആ ദേശത്ത് ഞങ്ങളെ അധികമായി നിന്ദിച്ചു, പരിഹസിച്ചു, നിന്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോവുകയുള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ആ ദേശത്ത് യേശുവിനെ അവർ അറിഞ്ഞതുകൊണ്ട് അവന്റെ കുടുംബത്തെ ദൈവം മാനിച്ചു, അവന്റെ കുഞ്ഞിനെ ദൈവം മാനിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട്, അങ്ങനെ ആ നാളുകൾ ഞങ്ങൾ മുന്നോട്ട് പോയി. ഏകദേശം എന്റെ ചെറിയ പ്രായത്തില്, ചെറുപ്പത്തിൽ തന്നെ ദൈവത്തെ അറിയുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഏത് വിഷയത്തിന്റെ മേലും എന്റെ അപ്പച്ചൻ പറയുന്ന ഒരു കാര്യമുണ്ട്: മക്കളെ, എന്റെ കയ്യിൽ ഒന്നുമില്ല, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനോട് ചോദിക്കാൻ പറയും. എല്ലാ കാര്യം കുഞ്ഞുനാൾ മുതലേ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. എല്ലാം ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ച് മേടിക്കുമായിരുന്നു. അങ്ങനെ വളരെ വിശ്വാസത്തോടെ ഞങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ ഒരു ഉറപ്പുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ആ കുഞ്ഞു പ്രായത്തിൽ എന്റെ അപ്പന്റെ മരണം മുന്നിൽ കണ്ട കുഞ്ഞുങ്ങളാണ്. ആ 4ൽ 5ലൊക്കെ പഠിക്കുന്ന സമയം, ഇളയ കുഞ്ഞെന്ന് പറയുമ്പോൾ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ സമയത്തെ ആ മരണത്തെ മുഖാമുഖം ഞങ്ങൾ കണ്ടതാണ്. ആ ദൈവത്തിന്റെ വിടുതലുകൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരു ഉറപ്പുണ്ട്: കർത്താവ് ഞങ്ങളെ തള്ളിക്കളയത്തില്ലെന്ന്. 1999 എനിക്ക് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുക, 99 ജനുവരി മാസത്തില് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ ദൈവം സഹായിച്ചു. 2000 സെപ്റ്റംബർ 12-ാം തീയതി 14-ാം തീയതി എന്റെ വിവാഹവും കഴിഞ്ഞു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ഞങ്ങൾക്ക് നൽകുവാനായി തന്നു. ഞാൻ ചെന്ന ഭവനത്തിലാണേലും, എന്റെ പപ്പയാണേലും, എന്റെ അമ്മച്ചിയാണേലും, എന്റെ അനിയനാണേലും, എന്റെ പെങ്ങള് കൊച്ചാണെങ്കിലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. അവര് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയും ഏത് കാര്യത്തിന്റെ മേലും ആരാധനയും പ്രാർത്ഥനയും അവരുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം നിലനിർത്തുന്ന ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തില് എനിക്ക് കയറി ചെല്ലുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ആ കുഞ്ഞു പരുവത്തിലെ ഞങ്ങൾ 2 പേരും കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചു. ആദ്യമായിട്ട് ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്തത് വള്ളിക്കാവിന്റെ പ്രദേശത്തായിരുന്നു. വള്ളിക്കാവിൽ ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ആൾക്കാരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയമാണ്. ആ സമയത്തൊക്കെ വളരെ പ്രതിഷേധമുള്ള ഒരു സ്ഥലമാണ് ഈ വള്ളിക്കാവ് എന്നൊക്കെ പറയുന്നത്. രാത്രിയിലൊക്കെ എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്ന് ശല്യപ്പെടുത്തുകയും, ഞങ്ങളിങ്ങനെ വിവാഹം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണേലും ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ പരിഹസിക്കുകയും സുവിശേഷകരെ അത്രമാത്രം തള്ളിക്കളയുന്ന, അവരെ കണ്ട് അവരെ അടിക്കുകയും ഓടിക്കുകയും വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ദേശമായിരുന്നു വള്ളിക്കാവില്. ആ 2000-ൽ ഞങ്ങള് അവിടെ കർത്താവിന്റെ വേല ഞങ്ങൾ ആരംഭിച്ചു. ആ സമയത്ത് കർത്താവിന്റെ ദാസന് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ വന്നത് നിമിത്തം ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് പോയി. പിന്നീട് ഞങ്ങളെ ദൈവം അയച്ചത് കൊടുങ്ങല്ലൂരിലായിരുന്നു. ഞങ്ങളെ കർത്താവ് അയക്കുന്ന ദേശത്തെല്ലാം ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്: കർത്താവ് ഞങ്ങളിലൂടെ അത്ഭുതങ്ങളെ ചെയ്യും. കർത്താവ് വിളിച്ചത് ദൈവം വിശ്വസ്തനാണ്. അവൻ ആരെ ഉപേക്ഷിക്കുന്ന കർത്താവല്ല. ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും ഒരു ഉദ്ദേശമുണ്ട്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമാകുന്നതിന് മുന്നമേ നിയമിക്കപ്പെട്ട നാളുകൾ ഞാൻ നിന്നെ കണ്ട ദൈവമെന്ന് കർത്താവ് ഓരോ ദിവസവും ഞങ്ങളോട് സംസാരിക്കുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വേല കൊടുങ്ങല്ലൂരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ സന്തോഷമായിരുന്നു. ഒരു വീട് ഞങ്ങൾ വാടകയ്ക്കെടുത്ത് അസംബ്ലീസ് അംഗങ്ങളോടുള്ള ബന്ധത്തിലായിരുന്നു ഞങ്ങൾ അവിടെ ആയിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും മുന്നോട്ട് പോകുന്ന സമയത്ത് ഭയങ്കരമാകുന്ന പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. ഏകദേശം അമ്പലത്തിന്റെ കുറച്ചങ്ങോട്ട് മാറിയ ഒരു ഭവനത്തിലാണ് ഞങ്ങൾ. ആ റോഡ് സൈഡിൽ തന്നെയാണ് ഞങ്ങൾ അവിടെ കർത്താവിന്റെ വേല ചെയ്തത്. ആ ദേശത്തെ സംബന്ധിച്ച് ഇത്ര മ്ലേച്ഛതയുള്ള ഒരു ദേശമാണ് കൊടുങ്ങല്ലൂർ എന്നൊക്കെ പറഞ്ഞാല്. RSSകാരുടെയൊക്കെ വളരെ പ്രതികൂലങ്ങളും, ഞങ്ങൾ താമസിക്കുന്ന റൂമിന്റെ മുകളില് ഇവര് ഒത്തിരി പരിപാടികളൊക്കെ ചെയ്യുകയും ആ ദേശത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അങ്ങനെ ഞങ്ങള് കർത്താവിനെ ആരാധിച്ച് മുന്നോട്ട് പോയ സമയത്ത് ഒരു ദിവസം രാത്രിയില് ഞങ്ങളുടെ വാതിലെ വന്ന് കുറച്ച് ആൾക്കാർ വന്ന് മുട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവിന്റെ ദാസൻ എന്നെ റൂമിനകത്തിട്ട് പൂട്ടിയിട്ട് വെളിയിലിറങ്ങിയിട്ട് ഇവരെല്ലാരും കൂടി കയ്യിലൊക്കെ ഒരു വടിയും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവര് വന്നിട്ട് ചോദിച്ചു: നീ എന്തിനാ ഇവിടെ വന്നേ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്നൊക്കെ ചോദിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ അതിന് നേതാവ് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ലാസ്റ്റ് സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വിസിറ്റിംഗ് കാർഡ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു: ഇത് എന്റെ വിസിറ്റിംഗ് കാർഡാണ്, നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, ആര് നിന്നെ ഒന്നും ഇവിടെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ സമാധാനത്തോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു.
അനേക സ്നാനങ്ങൾ അവിടെ നടന്നു. ഞങ്ങൾ സ്നാനപ്പെടുവാൻ ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങളെ അവിടുന്ന് ആൾക്കാർ ഓടിച്ചിട്ട് പറയും, ഇവിടെ സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല. ഞങ്ങളെ സ്നാനത്തിലേക്ക് ഇറക്കുന്ന ദേവദാസനും ഈ സ്നാനപ്പെടാനിരിക്കുന്ന വ്യക്തിയും ഈറനോടെ റോഡിലൂടെ നടന്ന് വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയും ആൾക്കാർ വന്ന് ഞങ്ങളെ അടിച്ചോടിച്ചു വിടും. പിന്നെയും ഞങ്ങൾ റോഡിലൂടെ നടന്ന് അങ്ങ് കടലിൽ ചെന്നിട്ട് ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പല സ്ഥലങ്ങളില് ഞങ്ങൾ സ്നാനപ്പെടാനായിട്ട് പോയപ്പോഴൊക്കെയും പ്രതികൂലങ്ങളായിരുന്നു. എന്നാൽ ദൈവം അവിടെ എല്ലാം ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ കൊണ്ടുമിടയായിത്തീർന്നു. വളരെ കഷ്ടതയിലൂടെ പോയ നാളുകൾ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് തലമുറകളില്ലാതെ ഭാരപ്പെട്ടു. 1-2 വർഷം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളാകുമ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ കുഞ്ഞുങ്ങളായില്ലേന്ന്. ഞങ്ങൾ വളരെ പ്രയാസങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാനിടയായിത്തീർന്നു. ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, ഞങ്ങൾക്ക് കുടിക്കാൻ ഒരു ചായ പോലും കുടിക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ കിട്ടുന്ന ചില്ലറ തുട്ടുകളുണ്ട്. ഞങ്ങൾ ഇവര് പോകാൻ നോക്കിയിരിക്കും. ആ ചില്ലറ തുട്ടുകൾ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ പുറകിൽ ഒരു മതിലുണ്ട്. ആ മതിലേക്കൂടെ ചാടി ചെന്നാല് ആ ചായക്കടയിൽ നിന്ന് ഒരു പാലും വെള്ളം കിട്ടും. ചായക്ക് പൈസ കൂടുതൽ. ആ ഒരു പാലും വെള്ളം മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ 2 ആക്കി ഞങ്ങൾ കുടിക്കും. അങ്ങനെ ദിനംതോറും ഞങ്ങളുടെ വിശപ്പ് ഞങ്ങൾ അടക്കും. ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഞങ്ങൾ വളരെ ദിവസങ്ങൾ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കടന്നുപോയ സമയത്താണ് എന്റെ കണ്ണിനകത്തൊരു പ്രശ്നം ഉണ്ടാകുവാനിടയായി തീർന്നു. ഒരു ചെറിയൊരു കുരു പോലെ വന്നതാണ്. അതങ്ങനെ വളർന്ന് വലുതായിട്ട് എനിക്ക് കണ്ണ് തുറക്കാൻ വയ്യ, എനിക്ക് കിടന്നുറങ്ങാൻ വയ്യ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, വേദപുസ്തകം വായിക്കാൻ പറ്റത്തില്ല. വലിയൊരു അവസ്ഥയിലേക്ക് അത് കടന്നു പോകാനിടയായി. അങ്ങനെ ഞങ്ങള് 2 പേരും കൂടെ ഒരു ഡോക്ടറെ കാണാൻ അവിടെ കടന്നു ചെന്ന് ഈ ഡോക്ടറെ കാണാൻ ചെന്നപ്പോഴത്തേക്കിന് അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ. ഞങ്ങൾ അങ്ങ് ഏറ്റവും ബാക്കിൽ നിന്നിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഈ ഡോക്ടറെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ചില്ലറകളായിരിക്കുന്നത് സ്വത്രാഴ്ച എല്ലാം കിട്ടുന്ന ചില്ലറകൾ എടുത്തു വെച്ച് ഞങ്ങൾ ആ ഡോക്ടറുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഡോക്ടർ അത് മേടിച്ചില്ല, അത് തിരിച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നെ. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഞാനൊരു കർത്താവിന്റെ ദാസനാണ്, സുവിശേഷ വേല ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഡേറ്റ് തന്നേച്ച് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്ന ദിവസം ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. ആ ഡോക്ടറുടെ റിസ്കിൽ 1 രൂപ പോലും മേടിക്കാതെ എന്റെ കണ്ണിനകത്ത് അവർ ആ ഓപ്പറേഷൻ ചെയ്ത് ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഞങ്ങളെ വിടാനിടയായി തീർന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കട്ടിയായുള്ള ആഹാരങ്ങളൊന്നും തന്നെ കഴിക്കരുത്, ഫ്രൂട്ട്സുകൾ മേടിച്ച് കഴിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അവിടെ വിട്ട് മടങ്ങിയപ്പോൾ എന്റെ അച്ചാച്ചന് ഭയങ്കര സങ്കടം. കാര്യം ഞങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞങ്ങളൊന്നും കഴിച്ചിട്ടല്ല പോകുന്നത്. ഞങ്ങൾ അനേക ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ ഒന്നുമില്ല. ഞങ്ങൾക്ക് വിശന്ന് തളർന്നാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. തിരിച്ചു വരുമ്പോ ആ പറഞ്ഞ മെഡിസിൻ പോലും മേടിക്കാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ എനിക്ക് വിശപ്പ് കൊണ്ട് നിൽക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു, അച്ചാച്ച എനിക്കങ്ങ് വിശക്കുന്ന, ഫ്രൂട്ട്സ് ഒക്കെ കണ്ടിട്ട് എനിക്കങ്ങ് വയ്യ. അവിടുന്ന് ഇറങ്ങി വളരെ വിഷമത്തോടെ നമുക്ക് പോയി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് എന്റെ കൈക്ക് പിടിച്ചോണ്ട് ഞങ്ങൾ നടന്ന് ഞങ്ങള് വീട് വരെ പോയി. ആ കണ്ണ് എല്ലാം മൂടി കെട്ടി വെച്ചോണ്ട് ആ വെയിലത്തൂടെ നടന്ന് ഞങ്ങൾ വീട്ടിൽ വന്ന് ഇങ്ങനെ ഞാൻ റൂമിൽ ഇങ്ങനെ കിടക്കുക. കഴിക്കാനൊന്നുമില്ല. വേദന മാറണമെങ്കിൽ കഴിക്കാനുള്ള മരുന്ന് മേടിച്ചിട്ടില്ല. അച്ഛൻ പോയി ഹാളിനകത്തിരുന്നിട്ട് ഇങ്ങനെ നീ അവിടെ കിടന്നോന്നും പറഞ്ഞൊരു ഗ്ലാസ് വെള്ളം എനിക്ക് തന്നിട്ട് അടുക്കളയിലോട്ട് ചെന്നപ്പോഴത്തേക്കിന് ഒത്തിരി ദിവസമായിട്ടിരിക്കുന്ന ഇച്ചിരി ഗോതമ്പ് പൊടി ഇരിപ്പുണ്ട്. അത് ഒരു പിടിയേ ഉള്ളൂ. അത് പൂത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാ പൂത്തിട്ടുണ്ട്, അത് നല്ലതുമല്ല. പക്ഷെ ദേവദാസൻ എന്ത് ചെയ്തു, അതെടുത്തങ്ങ് കുഴച്ച് ഒരു ചെറിയ ചപ്പാത്തി പോലെ ആക്കിയിട്ട് ഒരു ഉരുളക്കിഴങ്ങുണ്ട്, അത് വെച്ച് ഒരു കറി പോലൊക്കെ ഉണ്ടാക്കി എനിക്ക് കൊണ്ട് തന്നേച്ച് മാറിയിരുന്ന് കരയാൻ തുടങ്ങി. ദൈവം, നീ ഞങ്ങളെ അറിയുന്ന ദൈവമാണ് ഞങ്ങളെ വിളിച്ചത്, കർത്താവാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ പപ്പയുടെയൊക്കെ ജോലിയും പപ്പയുടെയൊക്കെ പൊസിഷനും അനുസരിച്ച് അവർക്കൊക്കെ നല്ല ജോലിയും നല്ല വിദ്യാഭ്യാസത്തിലൊക്കെ അവർക്ക് മുന്നോട്ട് പോകാം. എന്നാൽ പൂർണ്ണമായിട്ട് 3 മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആ പിതാവ് സമർപ്പിച്ച് അവരെ വിട്ടതാണ്. അങ്ങനെ അച്ഛൻ അവിടെ ഇരുന്നൊക്കെ അറിയാൻ തുടങ്ങി, എന്റെ പിതാവ് എന്നെ അയച്ചത് എന്റെ കർത്താവിന്റെ വേല ചെയ്യുവാനാണ്. അപ്പൊ നീ ഞങ്ങളെ കൈവിടരുത് എന്ന് അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി. പറയട്ടെ കർത്താവദാസിനെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൃശ്ശൂരില് അംബിക മീനാക്ഷി എന്ന് പറഞ്ഞൊരു അമ്മയുണ്ട് തൃശ്ശൂരില്. അപ്പം ആ അമ്മ ഞങ്ങളെ അതിനു മുൻപിട്ട് ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അമ്മ ആ സമയത്ത് ഈ അമ്മ ഭവനത്തിലായിരിക്കും അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ്, നിങ്ങൾ വേഗം കൊടുങ്ങല്ലൂർ അനീഷ് പാസ്റ്റർ അടുത്തേക്ക് കടന്നു ചെല്ലണമെന്ന്. ഇവരവിടുന്ന് ഒരു അംബാസിഡർ കാറ് പിടിച്ച് അവരുടെ കൈക്കകത്ത്
പറ്റാവുന്നിടത്തോളം ഫ്രൂട്ട്സും സാധനങ്ങളും എല്ലാം വാങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക. ആ സമയത്ത് എൻ്റെ കർത്താവിന്റെ ദാസൻ വീട്ടിലിരുന്ന് കരയുക, അശുപ്പാ നീ വഴി തുറക്കണേ, വഴി തുറ, എനിക്ക് വേദന കൊണ്ട് കിടക്കാൻ വയ്യ, വിശന്നിട്ടാണെങ്കിൽ ഇരിക്കാനും വയ്യ, ഈ ഗോതമ്പിന്റെ അങ്ങോട്ട് കഴിക്കുമ്പോൾ എനിക്ക് വേദന എടുക്കുക, കഴിക്കാനും പറ്റുന്നില്ല. അങ്ങനെ നിങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ആരോ വാതിലിൽ വന്നിങ്ങനെ വിളിക്കുന്നത്. തുറന്നു നോക്കിയപ്പോഴത്തേക്കിന് ഈ അമ്മ ഇങ്ങനെ രണ്ട് കൈയും പിടിക്കാൻ പറ്റാത്തതുപോലെ ഫ്രൂട്ട്സുകളും വാങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അവിടെ കൊണ്ടുവന്ന് എന്റെ കട്ടിലെ കൊണ്ട് വെച്ചു. എന്നിട്ട് അകത്ത് വന്നിരുന്ന് ദേവദാസന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. പോയി കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു നന്മ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ കർത്താവിന്റെ ദാസി വെച്ച് കൊടുത്തിട്ട് പോയി. ദൈവം എത്ര വിശ്വസ്തനാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര അനുഭവിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതി വരത്തില്ല. അത്രമാത്രം അനുഭവങ്ങളിലൂടെ ഞങ്ങളെ ദൈവം അതിലൂടെയൊക്കെ കടത്തിവിടുവാനിടയായിത്തീർന്നു. കൊടുങ്ങല്ലൂര് ഞങ്ങളായിരിക്കുന്ന സമയത്ത് അടുത്തുള്ള സ്ഥലത്ത് വളരെ പ്രതികൂലം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരെ കൊല്ലുകയും എന്താ പറയുന്നത്, പോലീസ് കേസ്, ആൾക്കാര് വെട്ട്, പ്രശ്നം, ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഒരാളെ കൊന്നിട്ട് ഞങ്ങളുടെ വീടിന്റെ മതിലിനോട് ചേർത്ത് വെച്ചിട്ട് ഞങ്ങളത് അറിഞ്ഞില്ല. ആ സമയത്ത് അന്നേ ദിവസം ദൈവം ഞങ്ങളെ അവിടെ നിന്ന് മാറ്റി. ആ സമയങ്ങളിലെല്ലാം കർത്താവിന്റെ പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടുന്ന് ഞങ്ങള് ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ അനുഭവിച്ചും രുചിച്ചും അറിഞ്ഞ നാളുകളായിരുന്നു. എത്ര എത്ര നന്ദി പറഞ്ഞാലും ദൈവത്തിന് മതി വരത്തില്ല. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയ സമയത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തൊരു സാഹചര്യത്തില് ഞങ്ങൾ വളരെ വിഷമിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ പല ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി. പലരും പറഞ്ഞു ഇന്ന ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നാൽ കുഞ്ഞുങ്ങളുണ്ട്, ഇവിടെ ചെന്നാൽ എളുപ്പം ശരിയാകും. അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോയി. അവിടെ പോയിടത്തെങ്ങും ഞങ്ങൾക്ക് പല മരുന്നുകളും ഞങ്ങൾ കഴിച്ചു. ആയുർവേദം കഴിച്ചു, കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് വലിയ ഡോക്ടറാണ്, ആ ഡോക്ടറെ അടുത്ത് പോയി ട്രീറ്റ്മെന്റുകളൊക്കെ തുടങ്ങി. പക്ഷെ അവിടെ ഒക്കെ പോയിട്ട് ആൾക്കാർ പറയും അവിടെ ശരിയാകാതെ വരുമ്പോ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറയും. അങ്ങനെ ഈ കേരളത്തില് എവിടെയെല്ലാം പോകാമോ അവിടെയെല്ലാം ഞങ്ങൾ പോയി ട്രീറ്റ്മെന്റ് നടത്തുവാൻ ഇടയായി തീർന്നു. ഒരു വലിയ നന്മ ഞങ്ങൾ ഇതിന്റെ പിൻപിൽ ചെലവാക്കാൻ ഇടയായി തീർന്നു. എന്നാല് ജീവിതത്തില് വളരെ വേദനയിലൂടെയും വിഷമങ്ങളിലൂടെയും പോയ ഒരു സന്ദർഭമായിരുന്നു അത്. കാര്യം എന്ന് വെച്ചാല് കർത്താവിന്റെ വേലയിൽ വന്നിട്ട് അനേകർ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ വിഷയത്തിന് വിടുതൽ കിട്ടുന്നില്ല, പിന്നെ നിങ്ങൾ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പിന്നെ മറ്റുള്ളവർക്ക് വിടുതൽ കിട്ടുമോ? അങ്ങനെ പിന്നെ വളരെ നിന്ദയും പരിഹാസവും ഒറ്റപ്പെടുത്തലും വേദനകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ നീണ്ട വർഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയി. ഒത്തിരി നന്മ ഞങ്ങൾ അതിന്റെ പിൻപിൽ ചെലവാക്കി. പല ഹോസ്പിറ്റലുകളിൽ പോയിടത്തെല്ലാം ഞങ്ങൾക്ക് നിരാശയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്. അവസാനം കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള തങ്കമ്മ ജോർജ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഇങ്ങനെ ഞങ്ങള് ട്രീറ്റ്മെന്റിനായിട്ട് ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ഞങ്ങളെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇതിന്റെ പിൻപിൽ നിങ്ങൾ ഇനി പൈസ ചെലവാക്കണ്ട, ഒരിക്കലും നിങ്ങൾക്ക് ഒരു തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. കാര്യം ആ സൗമ്യയുടെ ശരീരം അങ്ങനെയാണ്, ജന്മനാൽ തന്നെ പലതും അവൾക്ക് വൈകല്യമാണ്. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യതകളൊന്നും നിങ്ങളുടെ ശരീരത്തിലില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിന്റെ പിൻപില് സമയവും പണവും ഒന്നും നിങ്ങൾ ചെലവാക്കി കളയണ്ട എന്ന് പറയുവാനിടയായി തീർന്നു. ഞങ്ങൾ വളരെ വേദനയോടെ ഞങ്ങൾ ആ വാക്കുകളൊക്കെ കേട്ടിട്ട് ഞങ്ങൾ മടങ്ങി ഭവനത്തിലേക്ക് വന്നു. വളരെ വിഷമം ഞങ്ങൾക്ക് തോന്നി. കാര്യം അനേക നന്മകൾ ഞങ്ങൾ അതിന്റെ പിൻപിൽ ചെലവാക്കി. അനേക ദിവസങ്ങള് അനേക സമയങ്ങളൊക്കെ ഞങ്ങൾ അതിന്റെ പിൻപിൽ ചെലവാക്കുവാനിടയായി തീർന്നു. വളരെ വിഷമത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. ഞങ്ങളുടെ ഭവനത്തിലാണെന്നുണ്ടെങ്കിൽ ചേച്ചിന്റെ വീട്ടില് അവര് 3 മക്കളാണല്ലോ. അനിയന് 3 കുഞ്ഞുങ്ങൾ വേഗം ഉണ്ടായി. പെങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ, എല്ലാം നല്ല സുന്ദരികളായ പെൺകുഞ്ഞുങ്ങളാണ്. ഇവരൊക്കെ വീട്ടിൽ നിന്ന് കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവരെല്ലാം എന്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഞാൻ അവരെ സ്നേഹിക്കും. ആ സമയത്തൊക്കെ മമ്മി നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്, തയ്യക്കാരിയാണ്. അമ്മ ഇഷ്ടം പോലെ ഉടുപ്പൊക്കെ തയ്ച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോഴും അനിയത്തിമാരൊക്കെ തയ്യക്കാരായിട്ട് അവരൊക്കെ ഉടുപ്പൊക്കെ തയ്ച്ച് വീട്ടിൽ കൊണ്ടുമ്പോഴൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇഷ്ടം പോലെ ഉടുപ്പ് അവർ കൊണ്ടുവരും. ആ സമയത്തൊക്കെ ഓരോരുത്തരെ ഇങ്ങനെ നിർത്തിയിട്ട് ഓരോരോ ഉടുപ്പുകൾ മാറി 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 ഇങ്ങനെ ഇടിപ്പിക്കുമ്പോഴത്തെ ഞാൻ അവരുടെ കൂടത്തിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഞാൻ ഉടുപ്പ് ഇടിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ മാറി നിന്ന് ഞാൻ കരയും. എനിക്ക് സങ്കടം സഹിക്കാതെ വരുമ്പോ ഞാൻ എന്റെ റൂമിൽ നിന്ന് ഓടി ഞാൻ ബാത്റൂമിലേക്ക് പോയിട്ട് ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരയും, യേശുപ്പാ നീ എന്നെ കൈവിടല്ലേ യേശുപ്പാ. ഞാൻ ദിവസത്തിൽ കരയുവാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ കരഞ്ഞെല്ലാം മുഖമെല്ലാം കഴുകി ഞാൻ തിരിച്ചിവിടെ വന്നിട്ട് ചിരിച്ച് ഞാൻ ഇരിക്കും. ആരുടെ മുൻപിൽ ഞാൻ എന്റെ വിഷമങ്ങൾ ഒരിക്കലും ഞാൻ കാണിച്ചിട്ടില്ല.
പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ഒരിക്കൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും, ഞാനൊരു അമ്മയായി തീരും എന്നുള്ളൊരു ഉറപ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന കാലങ്ങളിൽ പോയ വഴികളെല്ലാം ഞങ്ങൾക്ക് ഒരു സാധ്യതയും ഇല്ലാതായി. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഇനിയും നമുക്കിനി ഡോക്ടർമാരെ കാണാൻ പോകണ്ട, ഇനി ആര് എവിടെയൊക്കെ ഡോക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ഡോക്ടർമാരെയും നമുക്ക് കാണുവാനായി നമുക്ക് പോകണ്ട, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ ഉപവസിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വളരെ നാളുകൾ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കർത്താവ് എന്നെ എത്രത്തോളം ദിവസം ഇരുത്തിയെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ ദാസനെ എനിക്കത് പറയുവാൻ അറിയത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങി. വേദപുസ്തകം നമ്മുടെ പുസ്തകം വായിക്കുമ്പോൾ ഹന്ന ദൈവസന്നിധിയിൽ കരഞ്ഞതുപോലെ, ഹന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലായിരുന്നു. എന്നാൽ അവൾ ആണ്ടുതോറും ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ചേർത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹന്നയുടെ ജീവിതത്തിലെ പ്രതിയോഗി അവളെ ദിനംതോറും മുഷിപ്പിച്ചുകൊണ്ടിരുന്നു. അവളുടെ വാഗ്ദത്തം അവൾക്ക് പ്രാപിക്കാതിരിക്കുവാൻ തക്കവണ്ണം അവളെ പ്രതിയോഗി ദിനംതോറും മുഷിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവള് ദൈവസന്നിധി നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ പുരോഹിതന് പോലും മനസ്സിലായില്ല അവളുടെ നിലവിളിയുടെ ശബ്ദം. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവളെ അറിഞ്ഞു. അവള് ചിന്തിച്ചത്, എനിക്കൊരു മകനെ വേണം, എനിക്കൊരു കുഞ്ഞിനെ വേണം, എന്റെ നിന്ന മാറണം. അവള് കരയുവാൻ തുടങ്ങി. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഉദ്ദേശം അവളിലൂടെ എനിക്കൊരു അഭിഷിക്തനെ പുറത്തു കൊണ്ടുവരണം, അവളിലൂടെ എനിക്കൊരു ന്യായാധിപനെ പുറത്തു കൊണ്ടുവരണം, അവളിലൂടെ ഒരു ശക്തനായവനെ പുറത്തു കൊണ്ടുവരണമെന്ന് കർത്താവിന്റെ ഹൃദയത്തിൽ തോന്നിയതുപോലെ സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. എത്ര ദിവസം ദൈവസന്നിധിയിൽ ഉപവസിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ കുഞ്ഞുങ്ങളില്ലാത്ത അനേകരോട് ഞാൻ ഇപ്രകാരം പറയും, നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങൾ പോകണ്ട, ഒരു വ്യക്തികളോട് നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ പറയണ്ട. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവാണ്. പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന ദൈവമാണ്. പ്രാർത്ഥിക്കുന്നവനെ നടത്തുന്ന ദൈവമാണ്. നമ്മുടെ കരച്ചിലിന്റെ നിലവിളിയുടെ ശബ്ദം ദൈവം കേൾക്കുന്ന ദൈവമാണ്. ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോകണ്ട. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ട് പോകത്തില്ലെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന് ഞാൻ പലരോടും ഞാൻ പറയും. ദിവസം തോറും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അനേക ദിവസങ്ങൾ ഞാൻ എൻ്റെ വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കി വെച്ചിട്ട് ഞാൻ രാവിലെ മുതൽ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയാൻ തുടങ്ങും. ഞാൻ മുറി അടച്ചിരുന്നിട്ട് എൻ്റെ വേദപുസ്തകം തുറന്നു വെച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ടൊന്നും ഞാൻ പറയത്തില്ല. എൻ്റെ ഹൃദയം വിങ്ങി ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കരയുവാനായിട്ട് തുടങ്ങി. കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞ് എൻ്റെ പുസ്തകം മുഴുവനും. എന്നിട്ട് ഞാൻ എൻ്റെ പിതാവിനോട് പറയാപ്പാ, നീ എന്നോട് മനസ്സലിയണമേ കർത്താവേ, നീ എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കണമേ എന്ന് കർത്താവിന്റെ സന്നിധിയിൽ കരയുവാനായി തുടങ്ങി. അനേക നാളുകൾ ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു. ഓരോ കുറച്ച് ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ അങ്ങനെ എത്ര ദിവസമെന്ന് ഞാൻ ഒരു തീരുമാനത്തോടെ ഞാൻ ഇരിക്കുന്നതെല്ലാം എനിക്കറിയത്തില്ല. എൻ്റെ നാളെ എന്നുള്ള എൻ്റെ കരുത്തിലല്ല, എൻ്റെ അപ്പച്ചന്റെ കരുത്തിലാണല്ലോ. അപ്പൊ ഞാൻ ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ നാളെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് എനിക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇരിക്കും ദൈവസന്നിധിയിൽ. എപ്പോഴോ ഒന്ന് നിർത്തും. ഉപവാസം നിർത്തിക്കഴിഞ്ഞു പിന്നെയും എൻ്റെ ഹൃദയത്തിനകത്ത് താങ്ങാൻ കഴിയാത്ത ഭാരമാണ്. അത്രമാത്രം നിന്ദകളും വേദനകളും പരിഹാസങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാനിടയായി തീർന്നു. സുവിശേഷ വേലയോടുള്ള ബന്ധത്തില് ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലെല്ലാം കർത്താവിന്റെ ദാസൻ ആ ചെറിയ പ്രായത്തിൽ തന്നെ 40 ദിവസം ദിവസത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യശ്രൂഷാമുഖത്ത് വളരെ ശക്തിയോടെ ശോഭിക്കുവാനിടയായി തീർന്നു. എല്ലാ ദിവസവും എല്ലാ വർഷവും ദിവസത്തിൽ 40 ദിവസവും കർത്താവിന്റെ ദാസൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോഴൊക്കെ എന്റെ കർത്താവിനോട് പറ, അപ്പച്ച നീ ഞങ്ങളുടെ തള്ളിക്കളയ ദൈവമേ, നീ ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ കർത്താവേ എന്ന് കരയുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ ദിവസം വെച്ചിട്ട് ഞാൻ നിർത്തിയതിനു ശേഷം പിന്നെയും എന്റെ ഹൃദയത്തിനകത്ത് പറ്റുന്നില്ല, എനിക്ക് സമാധാനം കിട്ടുന്നില്ല. പിന്നെയും ഞാൻ ഉപവസിക്കും. അങ്ങനെ പിന്നെ ദൈവസന്നിധിയിൽ ഉപവസിച്ച് ഇപ്പോഴൊരു ദിവസം ഞാൻ ഇച്ചിരി ആഹാരം കഴിക്കും. പിന്നെയും ഞാൻ ദൈവസന്നിധിയിൽ അങ്ങനെ ഉപവസിച്ച് എത്ര നാളുകൾ എനിക്ക് അറിയത്തില്ല ദൈവസന്നിധിയിൽ നിന്ന് കരയാൻ തുടങ്ങി. കരയുക എന്ന് പറയുന്ന വാക്കുകൾ കൊണ്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ദൈവസന്നിധിയിൽ എന്റെ കണ്ണീരാണ് പോകുന്നത്. കണ്ണുനീർ കരഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങി. കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയിരുന്ന കാലങ്ങളില്
ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുക്കാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞ് നമ്മുടെ സകല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് 1.5 വർഷം നമുക്ക് കരങ്ങളെ കോർത്തു പിടിച്ച് ഈ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയായി തീർന്നു. ഒരു കുഞ്ഞിന് ഞങ്ങൾ ലഭിക്കും എന്നുള്ള ഒരു ഉറപ്പോടെ തന്നെ ഈ ദൈവത്തിന്റെ ദാസൻ വിദേശത്ത് പോയ സമയത്ത് താന് ഒരു കുഞ്ഞിന് വേണ്ട സാധനങ്ങളെല്ലാം താൻ വീട്ടിലേക്ക് മേടിച്ചു വെച്ചു. ഒരു കസേര താൻ മേടിച്ചു, കുഞ്ഞിനെ പതപ്പിക്കാനുള്ള ബ്ലാങ്കറ്റ് മേടിച്ചു വെച്ചു, അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ മേടിച്ചു വെച്ചു. എല്ലാ കാര്യങ്ങളും താന് ഇങ്ങനെ മേടിച്ചു വെക്കാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞത് എന്റെ മമ്മി, അച്ഛന്റെ മമ്മി ഒരു തയ്യക്കാരി ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ അനേക ഉടുപ്പുകൾ തയ്ച്ചു കൊടുത്തപ്പോൾ എന്റെ ഹൃദയത്തിനകത്തെ വേദന എന്റെ അമ്മ തിരിച്ചറിഞ്ഞു. എന്റെ അമ്മ ഒരു ദിവസം ഒരു കുർത്ത തയ്ച്ചു, ഒരു ആൺകുഞ്ഞിന് വേണ്ടിയുള്ള കുർത്ത തയ്ച്ചിട്ട് അമ്മച്ചി കരഞ്ഞുകൊണ്ട് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഇത് സൂക്ഷിച്ചു വെച്ചിട്ട് നീ ഇത് പ്രാർത്ഥിക്കും, നിനക്ക് ദൈവം തരുന്ന കുഞ്ഞിനെ ഇത് ഇടാമെന്ന് പറഞ്ഞ എന്റെ കൈകളിൽ തരുവാനിടയായി തീർന്നു. അങ്ങനെ ആ ഉടുപ്പെടുത്ത് വെച്ച് ഞാൻ എന്റെ അലമാരിക്കകത്ത് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ വെക്കുന്ന സ്ഥലത്ത് തന്നെ എടുത്തു വെച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. സർവശക്തനായ ദൈവം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. ഓരോ ഭക്തനെയും അവന്റെ ഹൃദയത്തിലെ ചിന്തകളെയും വിചാരങ്ങളെയും നിലവുകളും ഒരു മനുഷ്യനും നമ്മളെ അറിഞ്ഞില്ലെങ്കിലും നമ്മളെ മനുഷ്യനെല്ലാം പുറമേയുള്ളതാ നോക്കുന്നത്. പുറമേയുള്ള ആ സംസാരം കൊണ്ടോ പുറമേയുള്ള രീതി കൊണ്ടോ ഒക്കെ മനുഷ്യന് നമ്മളെ വിലയിരുത്തും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിച്ചു നോക്കുന്ന കർത്താവാണ്. ഈ ലോകത്ത് നമുക്കൊരു ഒരിക്കലും ഒരു സമാധാനം നമുക്ക് കിട്ടത്തില്ല. നമ്മളെ കുറിച്ച് നല്ലത് പറയത്തില്ല. നമ്മളെ നിന്ദകളും അപവാദങ്ങളും നമ്മളെ തകർക്കാവുന്നതിന്റെ പരമാവധി ഈ ലോകം നമ്മളെ പഴിക്കും. പ്രത്യേകിച്ച് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ഞങ്ങളായിരുന്ന സ്ഥാനത്തൊക്കെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും ഞെരുക്കങ്ങളും ദുഃഖങ്ങളും അപവാദങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയി. എന്നാൽ ഒരിക്കലും നന്മ കാണത്തില്ലെന്ന്, ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്ത, ആ ഹന്ന പ്രാർത്ഥിച്ച അവളൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നിനെ ദൈവം പുറത്ത് കൊണ്ടുവന്നെങ്കിൽ ഈ ദിവസം എന്റെ ജീവിതത്തിലും ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടു. എല്ലാ കുഞ്ഞുങ്ങളും രാവിലെ സ്കൂളിലേക്ക് പോകാൻ റോഡിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ അമ്മമാര് വന്ന് കുഞ്ഞുങ്ങളെ കൂട്ടി ഇങ്ങനെ ബസ്സിനകത്ത് കയറ്റി വിടുമ്പോൾ ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് നോക്കിയിട്ട് ഞാൻ നിലവിളിച്ച് കാര്യം എന്റെ ജീവിതത്തിൽ ഇത് സാധ്യമാകും കർത്താവേ. ഒത്തിരി ദിവസങ്ങൾക്ക് അറിയാൻ തുടങ്ങി. ഓരോ ആണ്ടർദി മീറ്റിങ്ങുകൾ കഴിയുമ്പോഴും എല്ലാവരും വളരെ സന്തോഷത്തോടെ ആ പുതിയ വർഷത്തിലേക്ക് കാൽച്ചുവടുകൾ എടുത്തു വെക്കുമ്പോൾ എന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങും. കർത്താവേ, ദൈവമേ, ആണ്ടുകളും കാലങ്ങളും കഴിയുന്നതിന് മുന്നമേ നിന്റെ പ്രവൃത്തി എന്റെ മേൽ അയച്ചെന്നെ ജീവിപ്പിക്കണമേ എന്ന് ഞാൻ കരയാൻ തുടങ്ങി. ഒരു ആണ്ടർദി മീറ്റിങ്ങിന് ഞാനിങ്ങനെ കർത്താവിനോട് ചോദിച്ച് കരഞ്ഞുകൊണ്ട് നിന്ന സമയത്താണ് വാഗ്ദത്ത വചനങ്ങളുമായിട്ടൊരു കുഞ്ഞു മുന്നിലേക്ക് വന്ന് ഞാൻ അതെടുത്തപ്പോൾ അതിനകത്ത് കർത്താവിനോട് പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. ഞാൻ ആ വചനം ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. അനേക ദൈവദാസന്മാർ എന്നോട് ആലോചന പറഞ്ഞു, മോളെ ഈ വർഷം നിനക്ക് കുഞ്ഞിനെ തരും. അനേകര് പറഞ്ഞു. ഞാനതെല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, ദൈവമേ, എത്രയെല്ലാം ദൈവദാസന്മാർ ആലോചന പറഞ്ഞ അപ്പച്ച കർത്താവേ നീ എന്നെ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ഒരു ദിവസം ഞാൻ അമ്മയാകും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എന്റെ കർത്താവ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അനേക നാളുകൾ ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരിക്കല് കർത്താവിന്റെ ദാസന്റെ അനിയന്റെ ചർച്ചില് ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. നടക്കുന്ന സമയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും പോയി അവിടെ പ്രേയറിന് ഞങ്ങൾ സംബന്ധിച്ചു. ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രേയറിനെ സംബന്ധിക്കുന്ന സമയത്ത് അവിടെ കടന്നു വരാമെന്ന് പറഞ്ഞ ദൈവദാസൻ എത്ര സമയം നോക്കിയിരുന്നിട്ട് ദൈവദാസൻ കടന്നു വന്നില്ല. അപ്പോഴ് എല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കല് പെട്ടെന്നൊരു ദേവദാസൻ അവിടെ കടന്നു വന്നപ്പോഴത്തേന് വിളിച്ച ആളല്ല വന്നത്. അപ്പൊ ആ വരുവാനിരിക്കുന്ന ദേവദാസൻ വിളിച്ചിട്ട് അനിയനോട് പറഞ്ഞു, ഇന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞതാണ്, പക്ഷെ എനിക്ക് വരുവാനായി സാധിച്ചിട്ടില്ല, അതുകൊണ്ട് വേറൊരാളാണ് ഞാൻ വിടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ദേവദാസൻ പറഞ്ഞു, ഫസ്റ്റ് അതെന്തിനാ അങ്ങനെ ചെയ്തത്? ഞാൻ വേറെ ആരെങ്കിലും ആക്കിക്കൊള്ളാമായിരുന്നു, നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു.
നമ്മൾ ഒരു കാര്യങ്ങൾ തീരുമാനിക്കും. പലപ്പോഴും നമ്മൾ ദൈവമക്കൾ എന്ന് പറയുമ്പോഴും നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവെ ദൈവത്തിന്റെ ഹിതം നടക്കണം. എപ്പോഴും എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവെ നിന്റെ ഹിതം നടത്തി, നിന്റെ നടന്നാമെന്ന് എല്ലാവരും പറയും. പക്ഷെ അവിടെ മാനുഷിക ഹിതമാണ്. നമ്മുടെ ഇഷ്ടത്തിനകത്ത് വന്നു കഴിഞ്ഞെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് ദൈവത്തിന്റെ ഹിതമാകത്തുള്ളൂ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതം നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വിചാരങ്ങൾക്കും ഒക്കെ അപ്പുറത്താ. അന്ന് ആ കർത്താവിന്റെ ദാസൻ വരാതെ ഈ ദേവദാസനെ ദൈവം അയച്ചതിന്റെ പിൻപില് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. അതെനിക്ക് വേണ്ടിയുള്ള ഒരു ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. അന്ന് ശുശ്രൂഷ ആ ദേവദാസൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് തനിപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇവിടെ മക്കളില്ലാത്തൊരു സഹോദരി വന്നിട്ടുണ്ട്, ആരാന്ന് വെച്ചാൽ കൈമുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൈ ഉയർത്തിയപ്പോൾ എന്റെ കയ്യിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്, അനിയന്റെയൊക്കെ. അപ്പൊ പറഞ്ഞു, മക്കളില്ലാത്തൊരു സഹോദരിയോടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദേവദാസനോട് അനിയൻ പറഞ്ഞു, എന്റെ ചേച്ചിയാണ്, എന്റെ ചേച്ചിക്ക് അനേക വർഷങ്ങളായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ആ ദേവദാസൻ പറഞ്ഞു, സഹോദരി എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ വേഗം എഴുന്നേറ്റ് നിന്നപ്പോൾ ആ ദേവദാസൻ എന്റെ തലയെ കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ എന്റെ അശോപ്പച്ചനോട് പറഞ്ഞു, നാഥ അനേക ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്, ഇന്ന് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ കരയാനായി തുടങ്ങി. എന്നാൽ ഈ ദേവദാസൻ എന്റെ തലയെ കൈവച്ച് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർത്ത സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ പോവുകയാന്ന് പറഞ്ഞു. കാനാവിലെ കുടുംബം എന്ന് പറയുന്നത് പഴയ നിയമ പുസ്തകത്തിലെ ആശേർ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് കാനാവിലെ കുടുംബം. ആശേറിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ നീ സ്വാദ് ഭോജനം വിളമ്പുമെന്നാണ് പറഞ്ഞത്. എന്നാൽ സ്വാദ് ഭോജനം വിളമ്പേണ്ട ഒരു ഭവനത്തിനകത്താണ് ഒരു വലിയ കുറവ് സംഭവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആ വലിയ കുറവ് അവിടെ സംഭവിച്ചെങ്കിൽ സർവശക്തനായ ദൈവം ആ കുറവിനെ നികത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നിന്റെ മേൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്, നിന്റെ മേൽ ദൈവം അയച്ചിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതിന് നിന്റെ ജീവിതത്തിലെ ശൂന്യതകളെ ദൈവം നികത്താൻ പോവുകയെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, 2 മാസത്തിനുള്ളില് എന്റെ ഗർഭത്തെ ദൈവം തുറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 2 അഭിഷിക്തന്മാരും കൂടെ എന്റെ ശിരസിന്റെ മേൽ കരങ്ങൾ വെച്ചിട്ട് അവരെന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അവിടുന്ന് ഞാൻ ആ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് ഞാൻ രാത്രിയിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. കർത്താവേ, അനേക വർഷങ്ങൾ ഞാൻ കേൾക്കുന്ന ദൂതാണ് യേശുപ്പച്ച. അനേക ദൈവദാസന്മാർ എന്നോട് പറഞ്ഞു, പിതാവേ നീ എന്നെ ലജ്ജിപ്പിക്കല്ലേ കർത്താവേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ നിലവിളിച്ചു പറയുവാൻ തുടങ്ങി. എന്റെ കരച്ചിലിന്റെ ശബ്ദം ഒന്നും ഞാൻ ഒരു മനുഷ്യനെ ഞാൻ അറിയിക്കത്തില്ലായിരുന്നു. വളരെ സന്തോഷത്തോടെ ഞാൻ മുന്നോട്ട് പോകുമായിരുന്നു. എന്നാല് ഏകദേശം ഒരു 2 മാസം ആ ദേവദാസൻ എന്നോട് ആലോചന പറഞ്ഞു. അതിന്റെ ആ 2 മാസത്തിനുള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. ഞങ്ങള് സുവിശേഷ വേലയോടുള്ള ബന്ധത്തില് അനേക ഇടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കടന്നു പോകും. ഞങ്ങൾ പോയ സ്ഥലത്തൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങൾ സംഭവിച്ചു. പാലക്കാടിന്റെ ദേശത്ത് ഞങ്ങൾ ഒരിടത്ത് ഒരു വീട്ടിൽ ഞങ്ങൾ ഒരു പ്രേയറിന് കടന്നുപോയപ്പോൾ ഒരു വയലിന്റെ അരികിലൂടെ കടന്നു പോകണമായിരുന്നു. ആ വയലിന്റെ അരികിലൂടെ കടന്നുപോയപ്പോൾ എന്തോ ഒരു കാര്യം എന്റെ കാലെ കടിച്ചിട്ട് എന്റെ കാലെല്ലാം എന്തൊരു വിഷം എന്നെ കടിച്ചിട്ട് എന്റെ കാലെല്ലാം നീര് വെച്ച് വീർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ആ കാലെല്ലാം നീര് വെച്ചിട്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ഒരു ആയുർവേദ ഡോക്ടറാണ്. അവര് പറഞ്ഞു, ഈ കാലിനകത്ത് സംഭവിച്ച എന്തോ ഒരു സംഭവം കടിച്ചതാണ്, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് മരുന്നുകൾ നമുക്കത് ചെയ്യാം, അത് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് മാറുമെന്ന് പറഞ്ഞു. അന്നേരം അവർ ഞങ്ങളോട് ചോദിച്ചു, ഇത് ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്കിന് എന്തെങ്കിലും വിശേഷമോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അബോർഷനായി പോകാനുള്ള എല്ലാ സാധ്യതകളും മോൾക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞില്ല, ഒന്നും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് ആ മരുന്നുകളൊക്കെ ഞാൻ കഴിക്കുവാനിടയായി തീർന്നു. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി വന്നിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ബൈക്കിൽ ഇങ്ങോട്ട് ഇറങ്ങി. ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് റോഡില് ഒരു ഓട്ടോറിക്ഷ പെട്ടെന്ന് വന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ ബൈക്ക് ചെന്ന് ഇടിച്ച് ഞാൻ റോഡിലെ വയറടിച്ച് നിലത്ത് വീഴുവാൻ തക്കണ്ണം ഇടയായി തീർന്നു. അങ്ങനെ അവിടെ നിന്നും ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് സൂക്ഷിച്ചു. അതിനുശേഷം പിന്നെയും ചില ദിവസങ്ങളിൽ ഞാൻ നടന്നു പോകുന്ന സമയത്ത് തെന്നി അടിച്ച് എന്റെ വയറടിച്ച് തന്നെ ഞാൻ റോഡിൽ വീണു. അങ്ങനെ പലവിധമായ ശാരീരിക പ്രശ്നങ്ങളൊക്കെയും എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ വാഗ്ദത്തത്തെ നശിപ്പിക്കുവാൻ, വാഗ്ദത്തം
വാഗ്ദത്തത്തെ തകർത്ത് കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതാണെങ്കിൽ കർത്താവ് നമ്മളെ പരിപാലിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ലോകത്തിലെ യാതൊരു ശക്തിക്കും നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന, ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുന്ന ആ ഒരു അഭിഷേകത്തെ കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്റെ ഉദരത്തെ തൊട്ടത് സർവശക്തനായ ദൈവമായിരുന്നു. എന്നാൽ ആ വാഗ്ദത്തത്തെ നശിപ്പിക്കുവാൻ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതല് എന്റെ മേലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാളുകൾ മുന്നോട്ട് പോയ സമയത്താണ് ഇങ്ങനെ ഒരിക്കല് പ്രഗ്നൻസിയുടെ കാർഡ് മേടിച്ചിട്ട് നോക്കുവാൻ ഇടയായി തീർന്നു. അത് വർഷങ്ങളായി ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് എപ്പോഴും അതിനകത്ത് നമുക്കൊരു സന്തോഷം അനുഭവിച്ചിട്ടില്ല. പലപ്പോഴും കരഞ്ഞുകൊണ്ട് ഞാൻ അതിനകത്ത് 2 ലൈൻ വരുമ്പോഴാണ് പോസിറ്റീവ് ആണെന്ന് അറിയുന്നത്. പലപ്പോഴും അതൊന്ന് കാണുവാൻ വേണ്ടി ഞാൻ ഇത് വെച്ച് ഞാൻ ഇങ്ങനെ വരയ്ക്കുമായിരുന്നു. അങ്ങനെങ്കിൽ എന്റെ ഹൃദയത്തിനകത്ത് ഒരു വരയിൽ തന്നെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമവും സങ്കടവും എത്ര നാൾ കൊണ്ട് കർത്താവേ ഞാനിങ്ങനെ കാണുന്നു. അങ്ങനെ വേദനിച്ച് കരഞ്ഞ സമയത്താണ് ഈ കാർഡിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിന് ഒരു വര കഴിഞ്ഞിട്ട് അടുത്ത ഒരു വരിയിലേക്ക് വന്ന് നിൽക്കുന്നു. സത്യം പറഞ്ഞ അതങ്ങോട്ട് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. എന്റെ ദൈവത്തിന്റെ സ്നേഹം അത് എത്ര മാത്രമുണ്ടെന്ന്. അസാധ്യതകളെ സാധ്യമാക്കിയ ഒരു കർത്താവ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം. എന്റെ ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. അനേക നാളുകൾ ഞങ്ങൾ കരഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം എന്റെ മേൽ ചലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, സ്വർഗത്തിലെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഈ ലോകത്തിന്റെ ഡോക്ടറുടെ മുൻപിൽ നിങ്ങൾ പോകണ്ട, ഒരു സ്ഥലത്തും പോകണ്ട. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി ദൈവസന്നിധിയിൽ കരഞ്ഞാൽ, ദൈവസന്നിധിയിൽ ഉപവസിച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവസന്നിധിയിൽ കരഞ്ഞ ആ നാളുകളിലെല്ലാം എന്റെ കർത്താവിന്റെ കരം എന്നെ നടത്തി എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ ദാനമായിട്ട് തരുവാൻ ഇടയായി തീർന്നു. അനേക നാളുകളുടെ കരച്ചിലിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം അന്നേരം പലരും ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചാല് നിങ്ങൾക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാവത്തില്ലെന്ന് പറഞ്ഞെന്നാല് എന്റെ ദൈവം ഞങ്ങളുടെ കണ്ണുനീരിനെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അനേക വിഷമങ്ങളും ഭാരങ്ങളും നിന്ദകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടും. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിന്ദകളും എല്ലാം കടന്നു വരുന്നതെല്ലാം ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മളെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. നശിച്ചു പോകുവാൻ വേണ്ടി അല്ല കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്. ഒരു നാളും നമ്മൾ ഇല്ലാതെയാകുവാൻ വേണ്ടിയാണ് ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു ദൈവമല്ല. എന്റെ അപ്പച്ചൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയത്ത് അന്ന് കരഞ്ഞത്, എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. അപ്പോഴേക്കൊരു നിന്നയായിരുന്നു, മക്കളില്ലല്ലോ എന്നുള്ളൊരു നിന്ന. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവരുടെ നടുവിലെല്ലാം ഞങ്ങളെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ സ്വർഗത്തിലെ ദൈവം ദാനമായി തരുവാൻ ഇടയായി തീർന്നു. നല്ല സൗന്ദര്യമുള്ള നല്ല തേജസ്സുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് എനിക്ക് ദാനമായി തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ അതിനുശേഷം സ്വർഗത്തിലെ ദൈവം വീണ്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നു. ഞങ്ങൾക്ക് വീണ്ടും 2 പെൺകുട്ടികളും കൂടെ ഉണ്ടായി. അതും കർത്താവ് ദൈവത്തിന്റെ ദാസന്മാർ ആലോചന പറഞ്ഞ് നിങ്ങൾക്ക് 3 മക്കളെ ഞാൻ തരുമെന്നാണ് പറഞ്ഞത്. 2 കുഞ്ഞുങ്ങളായപ്പോൾ ഞങ്ങള് 2 എന്നുള്ള രീതിയിൽ നിന്നെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ ഒരു പദ്ധതിക്കകത്താണല്ലോ ദൈവം നമ്മളെ നിർത്തുന്നത്. ഒരു കുഞ്ഞിനെയും കൂടി ദൈവം ദാനമായി തരുവാനിടയായി. അങ്ങനെ ഞങ്ങള് 3ാമത്തെ കുഞ്ഞിനെ മാവേലിക്കര VSM ഹോസ്പിറ്റലിലെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് 5 മാസം വരെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കുഞ്ഞിനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോകുന്നുണ്ട്. ഡോക്ടർ പറയുന്ന ടാബ്ലറ്റുകൾ കഴിക്കുന്നുണ്ടെങ്കിലും ഒരു ചെക്കപ്പ് ഒന്നും അവരെന്നെ ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവ് തന്നോട് ഇടപെട്ട് എത്രയും വേഗം ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റണം എന്ന് കർത്താവിന്റെ ദാസൻ ഇങ്ങനെ തോന്നിയിട്ട് ഞങ്ങള് അടുത്ത ദിവസം തന്നെ കായംകുളത്ത് കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങളൊരു ഡോക്ടറെ വീട്ടിൽ ചെന്ന് കാണിച്ചപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു വേഗം ഒരു സ്കാൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു സ്കാൻ ചെയ്തതിന് ശേഷം ഈ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു, ഇത്രയും നാളെ നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് നിങ്ങൾ കാണിച്ചത്? കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ട് അവർ പറഞ്ഞ്, പെട്ടെന്ന് നിങ്ങൾ ഈ സൗമ്യം കൊണ്ട് ഒന്നുകിൽ നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലോ വേഗം കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഈ സ്കാനിങ് റിപ്പോർട്ടിലത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് അബ്നോർമൽ ആണ്.
കാര്യം ഈ കുഞ്ഞിന്റെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ബ്രെയിനിലേക്ക് ഒട്ടും തന്നെ ചെന്നിട്ടില്ല. ഒട്ടും ബ്ലഡ് സർക്കുലേഷൻ കുഞ്ഞിന്റെ ബ്രെയിനിലേക്ക് ചെന്നിട്ടുമില്ല. കുഞ്ഞിന് അംഗവൈകല്യമുള്ള കുഞ്ഞാണ്, കുഞ്ഞിന്റെ വളർച്ചയില്ല. അങ്ങനെ കുഞ്ഞിന് എന്നു പറഞ്ഞാൽ ഇതൊരു ഓട്ടിസം ഉള്ള കുഞ്ഞിന് ഒരു പ്രയോജനമില്ല, ഇതിനെ എടുത്തു കളയുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ കാര്യം. വളരെ സീരിയസ് ആയ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ആ കുഞ്ഞിന് ആ ടൈമിൽ വേണ്ട വെയിറ്റുമില്ല, അതിന് വളർച്ചയില്ല, അതിന് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, അതിന് അംഗവൈകല്യമാണ്, അതിന് ഓട്ടിസം ഉള്ള കുഞ്ഞാണ്. അങ്ങനെ വളരെ പ്രയാസപരമായ ഒരു റിസൾട്ടാണ് അതിൽ നിന്ന് കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട്. ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. ആ സമയത്ത് എന്നെ നോക്കിയപ്പോഴത്തേന് എനിക്ക് ഷുഗറും ഹൈ ആണ്, BP-യും ഹൈ ആണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടുന്ന് വേഗം എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ നിന്ന് അവർ പെട്ടെന്ന് ഒരു സ്കാനിങ് ചെയ്ത് എടുത്തു വന്നപ്പോൾ അതിന്റെ റിസൾട്ട് ഇതിലും ഭയാനകരമാകുന്ന ഒരു കാര്യമായിരുന്നു. അവർ പറഞ്ഞ് ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് ഈ കുഞ്ഞിനെ എടുത്തു കളയണം, ഈ കുഞ്ഞിനെ ഉദരത്തിലിടാൻ പറ്റത്തില്ല. പക്ഷെ ആ സമയത്ത് എന്നെ ഓപ്പറേഷൻ ചെയ്യാനും പറ്റത്തില്ല. രണ്ടിനാലും ഞങ്ങൾ കിടന്നിരിങ്ങ, ഈ കുഞ്ഞിനെ എടുത്ത് കളയാനും പറ്റത്തില്ല, ഇത് ഉദരത്തിൽ കിടന്നാല് അതെനിക്ക് പ്രശ്നമാകുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കർത്താവിനോട് നിലവിളിക്കാൻ തുടങ്ങി. ദൈവമേ, നിന്റെ വാഗ്ദത്തമാണ് നിന്റെ കുഞ്ഞുങ്ങള്. ഞാൻ ദീർഘനാളുകൾ കുഞ്ഞുങ്ങളില്ലാതെ ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞവളാണ്. എന്റെ കർത്താവിന്റെ കണ്ണുനീരിനെ മാനിച്ച ദൈവമാണ്. ഇന്നുവരെയും ആ ഒരു ദൈവത്തെ കണ്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് ഞങ്ങളെ നിന്ദിക്കുവാൻ, ഞങ്ങളെ ലജ്ജിക്കുവാൻ അനുവദിക്കാത്ത ഒരു കർത്താവാണ്. ഒരിക്കലും ഞങ്ങളെ ദൈവമേ തള്ളിക്കളയരുതേന്ന് ദൈവസന്നിധി ഞങ്ങൾ നിലവിളിച്ച് കരയുവാനായിട്ട് തുടങ്ങി. അങ്ങനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില് ഞങ്ങൾ 3 മാസം ഞാൻ അവിടെ അഡ്മിറ്റ് ആയിട്ട് കിടക്കുകയാണ്. ഓരോ ആഴ്ചകളിലും ഡോക്ടർ പറയും ഇന്ന ദിവസം സൗമ്യയുടെ ഓപ്പറേഷൻ, ഇന്ന ദിവസം സൗമ്യയുടെ ഓപ്പറേഷൻ. ആ ടൈമിൽ ഒത്തിരി സഹോദരിമാർ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒത്തിരി പേര് വിവിധ വിഷയങ്ങളോട് ഇരിക്കുന്നെങ്കിലും എന്റെ ആ ഒരു അവസ്ഥ പോലെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം ആർക്കും തന്നെ ഇല്ല. എന്നാൽ ഈ വ്യക്തികളെല്ലാം, ഈ സഹോദരിമാരെല്ലാം എന്റെ അടുത്തേക്ക് ഓടി വരികയും ഞാൻ അവരോട് കർത്താവിന്റെ സുവിശേഷം പറയും, എന്റെ അടുത്ത് വരികയും ഞാൻ അവരെ ആശ്വസിപ്പിക്കുകയും അവരോട് കർത്താവിന്റെ സുവിശേഷം പറയുകയും ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുവാനിടയായി തീർന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ നിലവിളിച്ച് കരഞ്ഞ കർത്താവെ, നീ എന്നെ മാനിക്കണം യേശുവ. എന്റെ ഭവനത്തിൽ എന്റെ മാതാപിതാക്കൾ, എന്റെ സഹോദരങ്ങള്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവിനോട് കരയുവാൻ തുടങ്ങി. കർത്താവിനോട് രാത്രിയിൽ സംസാരിച്ചു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഈ വചനം എന്റെ ശരീരത്തില്, എന്റെ ഹൃദയത്തിലേക്ക് രാത്രിയുടെ യാമങ്ങളിലെല്ലാം ആഞ്ഞടിക്കുവാൻ തീർന്നു. ഞാൻ പ്രാർത്ഥിക്കും കർത്താവെ, ഒരു കുഞ്ഞിന്റെ മുഖം കാണുവാൻ വേണ്ടി എത്ര സന്തോഷത്തോടെ ഈ സഹോദരിമാരെല്ലാം ഇതിനകത്ത് കിടക്കുമ്പോൾ കർത്താവെ, ഈ കുഞ്ഞിനെ എടുത്തു കളയണമെന്ന് പറഞ്ഞാണല്ലോ അപ്പ ഞാനിവിടെ കിടക്കുന്നത്. ദൈവമേ, നീ എന്നെ ഉപേക്ഷിക്കല്ലേ എന്ന് ദൈവസ്ഥലത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. അങ്ങനെ ചില ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഓരോ ദിവസവും എന്നെ സ്കാനിങ്ങിന്, എന്നെ ഓപ്പറേഷന് ഇവർ തീരുമാനിക്കും. എന്നെ ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോൾ BP കൂടുതലാണ്, ഷുഗർ കൂടുതലാണ്. ഈ ഒരു കാര്യം വരുമ്പോ അവരെന്നെ അടുത്ത ദിവസത്തിലേക്ക് മാറ്റും. അങ്ങനെ അനവധി ദിവസങ്ങൾ ഞാനിങ്ങനെ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിയിരിക്കും, അത് തള്ളി മാറും. അങ്ങനെ ഒരു 3 മാസം ഞാൻ മെഡിക്കൽ കോളേജിൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു ദിവസം ഇവർ പറഞ്ഞ സൗമ്യയുടെ സ്കാനിങ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് എന്നെ സ്കാൻ ചെയ്യാൻ വേണ്ടി ഞാൻ അവിടേക്ക് പോയി, സ്കാനിങ് സെന്ററിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് എന്റെ സ്കാൻ ചെയ്ത റിപ്പോർട്ടുമായിട്ട് ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് കടന്നു വന്നപ്പോഴത്തേക്കിന് ഈ ഡോക്ടർ പെട്ടെന്ന് അതിനകത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞ്, ഇത് സ്കാനിങ് മെഷീൻ എന്തോ കംപ്ലൈന്റ് സംഭവിച്ചിരിക്കുന്ന സൗമ്യ, നിങ്ങൾ ഒരെണ്ണം കൂടെ എടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അതേപോലെ തന്നെ സ്കാൻ ചെയ്തിട്ട് ഇവരുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തു. ഇവർ വിശ്വസിക്കത്തില്ല. കാര്യം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമുള്ള ഒരു വ്യക്തിയല്ല, ഒരു കുഞ്ഞല്ല എന്റെ ഉദരത്തിൽ കിടക്കുന്നത്. ഇവർക്ക് ഒരു തരത്തിൽ ഇവർ വിശ്വസിക്കാൻ ഇവർക്ക് അസാധ്യം. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഞാൻ അവരോട് പറയുവാനിടയായി തീർന്നു. കാര്യം ഈ ഡോക്ടർ ആദ്യം എന്നോട് അവിടെ ചെന്നപ്പോഴ് എന്നോട് ചോദിച്ചു, ആദ്യത്തെ കുഞ്ഞ് എങ്ങനെയാണ് ഉണ്ടായത്? ഞാൻ പറഞ്ഞു, ഈ ലോകത്തിലെ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയിട്ടും എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. എന്നാൽ യേശുപ്പച്ചന്റെ സന്നിധിയിൽ കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സ്വർഗത്തിലെ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നതാന്ന് പറഞ്ഞപ്പോൾ ഇവരെന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അതെ, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, മരുന്നും കൂടെ കഴിക്കണം, എന്തെങ്കിലും ശരിയാവത്തോളെന്ന്. ഞാൻ അവരോടൊന്നും ഞാൻ മിണ്ടിയില്ല. എന്നാല് ഞാൻ അവരോട് പറയുവാനിടയായി തീർന്നു, ഇത് സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതമാന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുപ്പച്ചനോടാ. ആ യേശുപ്പച്ചൻ എന്നെ കൈവിടത്തില്ലെന്ന് ഞാൻ ആ ഡോക്ടറോട് പറയുവാനിടയായി തീർന്നു. അവർക്കങ്ങനെ വിശ്വസിക്കാൻ വയ്യ. കാര്യം
ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, നോർമൽ അല്ലാത്ത, ഈ വളർച്ചയില്ലാത്ത, ഈ അംഗവൈകല്യമുള്ള ഈ കുഞ്ഞിന്, ഇതിന് അവയവങ്ങളില്ല, ഒത്തിരി പ്രശ്നങ്ങളുള്ള ഈ കുഞ്ഞിനെ, ഇതിന്റെ സിറ്റുവേഷൻ വളരെ ഭയാനകരമാകുന്ന അവസ്ഥയിൽ എന്റെ ഉദരത്തിനകത്ത്, എന്റെ വയറ്റിലാണെങ്കിൽ ഫ്ലൂയിഡ് ഇല്ല, അത്രമാത്രം അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയപ്പോഴും സ്വർഗത്തിലെ ദൈവം ആ ലാസ്റ്റ് സമയത്ത് എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ കിടന്നവർക്കൊക്കെ വളരെ അതിശയം, മോളുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ ചെയ്ത ഭയങ്കര അതിശയം. പെട്ടെന്ന് തന്നെ അടുത്ത ദിവസത്തേക്ക് ഓപ്പറേഷന് എനിക്ക് സമയം തന്നിട്ട് എന്നെ ഓപ്പറേഷൻ ചെയ്തു. ആ ടൈമില് ഞാൻ ആ സമയത്ത് ഒത്തിരി പെൺകുഞ്ഞുങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആ കിടന്ന സമയത്ത് എന്റെ സമയമായപ്പോൾ എന്നെ ഓപ്പറേഷൻ ചെയ്തു. ഒരു കുഞ്ഞിനെ ദൈവം പുറത്തു തന്നു. ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സുന്ദരിയായ, ഒരു റോസ് നിറമുള്ള ഒരു സുന്ദരി മോള്. അവൾക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. ഈ ഡോക്ടർ എന്തെല്ലാം അസാധ്യതകൾ പറഞ്ഞതാണ്. ഈ കുഞ്ഞിന് അംഗവൈകല്യമുള്ള കുഞ്ഞാണ്, ഇതിന് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത കുഞ്ഞാണ്, ഇത് ഓട്ടിസം ഉള്ള കുഞ്ഞാണ്, ഇതിനെ ഈ കുഞ്ഞിനെ പഠിക്കാനായി ഹോസ്പിറ്റലിലേക്ക് കൊടുക്ക്, ഇതിന് എത്രയും പെട്ടെന്ന് എടുത്തു കളയണം, ഇത് നോർമൽ അല്ല ഈ കുട്ടി എന്ന് പറഞ്ഞ സ്ഥാനത്ത് പൂർണ്ണ ആരോഗ്യമുള്ള നല്ല ഒരു സുന്ദരി മോളെ ഞാൻ ആ കുഞ്ഞിനെ കയ്യിലോട്ട് എടുത്തിട്ട് എല്ലാ വിരലുകളും കാലുകളും ഒക്കെ നോക്കിയിട്ട്, ദൈവമേ ഒരു കുഴപ്പവും ഇല്ല, ഒരു കുഴപ്പം എന്റെ കുഞ്ഞിന് സംഭവിച്ചിട്ടില്ല. ആ ടൈമില് ഒരു പ്രശ്നങ്ങളും ഇല്ലെന്ന് പറഞ്ഞ് പ്രസവിച്ച കുഞ്ഞുങ്ങളെ എല്ലാം കൂടി നഴ്സറിയിൽ വെച്ചിട്ട് അവര് തേരാപ്പാര കുഞ്ഞുങ്ങളുടെ വിഷയത്തിനകത്ത് അവര് കൂടി നടക്കുമ്പോൾ എന്റെ കുഞ്ഞിനെ 5 ദിവസവും എന്റെ അരികത്തുനിന്ന് അവരെടുത്തു മാറ്റിയില്ല. അതിനുശേഷം എന്നെ വീട്ടിലേക്ക് പറഞ്ഞുവിടാനിടയായി തീർന്ന്. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ എനിക്ക് എത്ര വർണ്ണിച്ചാലും മതിയാവത്തില്ല. ഒരു കാര്യം ഉറപ്പാ, ഈ കർത്താവിനെ അറിഞ്ഞവരുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഏത് വിഷയത്തിന്റെ നടുവിലും ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച്, ദൈവത്തിന്റെ വചനങ്ങളെ പ്രമാണിച്ച്, ദൈവസ്ഥലത്തിൽ വിശ്വസ്തയോടെ ജീവിച്ചാൽ ദൈവം പറയുന്ന വാഗ്ദത്തങ്ങളെ നമുക്ക് അവകാശമാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരിക്കാം, അനവധി വർഷങ്ങളായിട്ട് നിങ്ങൾ തലമുറകളില്ലാതെ ഭാരപ്പെട്ടിട്ടുള്ളവരായിരിക്കാം, അനേകരും നിങ്ങളെ കുറ്റം വിധിച്ചിട്ടുണ്ടാകാം, അനേകർ ഡോക്ടർ അടുത്ത് നിങ്ങൾ പോയിട്ടുള്ളവരായിരിക്കാം. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ഡോക്ടർ അടുത്ത് നിങ്ങൾ പോകണ്ട. ഉപവാസവും പ്രാർത്ഥനയും എന്ന മരുന്ന് നിങ്ങൾ കഴിച്ചാല് ആ ദൈവം തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടുന്നതുപോലെ ഒരു കുഞ്ഞിനെ ദൈവം നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഞാൻ എന്റെ ഹൃദയത്തിൽ എന്തെല്ലാം സ്വപ്നം കണ്ട് ഞാൻ വളരെ വേദന ഞാൻ തിങ്ങി നിറയുമ്പോൾ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണും. ഞാനൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നതും ആ കുഞ്ഞിനെ താലോലിക്കുന്നതും പാട്ട് പാടുന്നതൊക്കെയും കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആശ്വസിക്കും. നമ്മുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു കർത്താവാണ്. നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ അറിയുന്ന കർത്താവ്. ഈ 13 വർഷത്തിന് ശേഷം സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ അനവധി വർഷങ്ങൾ അനേക ദൈവദാസന്മാര് ദൂത് പറഞ്ഞ്, എന്നാൽ ആ വാഗ്ദത്തത്തിന്റെ സമയമായപ്പോൾ എന്നെ ഒരുക്കിയെടുത്ത കർത്താവ്. തിരുവചനം പറയുന്നത് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന്. ആ ദർശനം ബന്ധപ്പെടുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ആ ഒരു അവസ്ഥയിലേക്ക് നാം ആയിത്തീരുമ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ നിലവുകളും എല്ലാം നമ്മൾ ഈ ലോകത്തിലുള്ളതിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ ലോകത്തിലുള്ള പലതിനെ ചൊല്ലി നമ്മൾ നിരാശപ്പെടുമ്പോൾ, പല വിധത്തിൽ മനുഷ്യൻ ഭാരം അനുഭവിക്കുന്നവരാണ്. കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നവര്, വിദ്യാഭ്യാസത്തെ ഓർത്ത് കരയുന്നവര്, ഭവനമില്ലാതെ കരയുന്നവര്, രോഗികളായി കരയുന്ന. എന്നാല് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒരു മനുഷ്യനിലെ നമ്മൾ ആശ്രയിക്കേണ്ട, ഒരു മനുഷ്യരോട് നമ്മുടെ വേദനകളെ പറയണ്ട. നമ്മളെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് ഉത്തരങ്ങളെ നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മാത്രം മതി. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പറയുന്ന, ഉപവസിക്കുന്ന, എന്നിട്ട് നിങ്ങൾ പിറുപിറുക്കരുത്. എന്താ ദൈവമേ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കരുത്. ആ ദേവദാസൻ എന്നോട് പറഞ്ഞതാ, ഈ ദേവദാസൻ എന്നോട് പറയാം, എന്നൊന്നും നിങ്ങൾ കുറ്റം ഇരിക്കേണ്ട. നിങ്ങൾ ഒരുങ്ങുക, നിങ്ങൾ ആ വാഗ്ദത്തത്തിലേക്ക് എത്തുക. നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും കർത്താവിനെ നിങ്ങൾ അധികമായി സ്നേഹിക്കുക. ഈ ലോകത്തൊരു കുഞ്ഞിനെ തന്നാലും ഇല്ലെങ്കിലും എന്റെ യേശുപ്പച്ചനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകത്തില്ല. നിങ്ങൾ ഉപവസിക്കുക. നിങ്ങൾക്ക് ആരോഗ്യമുള്ള കാലത്ത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കർത്താവിന് വിട്ടുകൊടുക്കുക. നമ്മുടെ ശരീരം ക്ഷീണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപവസിക്കാൻ പറ്റും. നമ്മുടെ പ്രായം നമ്മളെ കവിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വേണ്ടുന്ന പോലെ ഉപവസിക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്നാൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത്, എനിക്ക് കുഞ്ഞുങ്ങളില്ലാത്തവരോട് എനിക്ക് പറയുവാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കാം,
നിങ്ങൾ മറ്റ് തിരക്കോടെ പോകുന്നവരായിരിക്കാം. എങ്കിൽ തന്നെ നിങ്ങൾ കർത്താവിന് നിങ്ങൾ സമയം കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ സമയം നിങ്ങൾ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മളെ വിളിച്ചിട്ട് ഒരിക്കലും നമ്മൾ കരയുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്, നമ്മൾ നിന്ദിക്കപ്പെടുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവം നമ്മളെ മഹത്വത്തിലേക്ക് നടത്തുവാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ നാമം മഹത്വം എന്നിലൂടെ വെളിപ്പെടുവാൻ ഇന്ന് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട 3 കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം എനിക്ക് ദാനമായി തന്നു. മൂത്ത മോന്റെ പേരാണ് അമീസ് ബ്ലെസ്സിങ് അനീഷ്, രണ്ടാമത്തെ മോളുടെ പേര് ഹെവന ബ്ലെസ്സിങ് അനീഷ്, മൂന്നാമത്തെ മോളുടെ പേര് ഹെവൻലി ബ്ലെസ്സിങ് അനീഷ്. ഈ കുഞ്ഞ് നോർമൽ അല്ല. ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞ ഈ കുഞ്ഞാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അവളാണ് ഈ കുഞ്ഞുങ്ങളെക്കാളൊക്കെ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കുഞ്ഞാണെങ്കിൽ ഓരോ ദിവസത്തെ പത്രവാർത്തകൾ വരുമ്പോൾ ഞങ്ങൾ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിട്ട് അടുത്ത ദിവസം ചോദിക്കും, എന്തൊക്കെയായി മമ്മി കാര്യങ്ങള്. എന്റെ കുഞ്ഞുങ്ങൾ 3 പേരും ദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിനകത്ത് എനിക്ക് സന്തോഷമുണ്ട്. എന്റെ കുഞ്ഞുങ്ങള്, എന്റെ മോനെ വേണ്ടി കർത്താവിന്റെ ദാസൻ ഗൾഫിൽ പോയിട്ട് വന്നപ്പോൾ ഒരു കീബോർഡ് മേടിച്ചുകൊണ്ട് വന്നിരുന്നു. അവനുണ്ടാകുന്നതിന് മുന്നമേ മേടിച്ച കീബോർഡായിരുന്നു ആ കീബോർഡ്. അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴൊക്കെ ഇത് വിൽക്കാമെന്ന തീരുമാനത്തിലെത്തിയപ്പോഴും ഞാൻ പറഞ്ഞു, ചേച്ചാ വിൽക്കണ്ട, ഇത് നമ്മുടെ കുഞ്ഞ് തന്നെ ഇത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് എന്റെ കുഞ്ഞ് വായിക്കുന്നത് ആ കീബോർഡിലാണ്. എന്റെ കുഞ്ഞ് പാട്ട് പാടുന്നത്. അങ്ങനെ 3 കുഞ്ഞുങ്ങളും കൂടെ റൂം അടച്ചിരുന്നു കൊണ്ട് കീബോർഡ് എടുത്തു വെച്ച് അവര് വായിച്ച്, പെൺകുഞ്ഞുങ്ങൾ പാട്ട് പാടി, അവര് തന്നെ പ്രസംഗിച്ച്, അവര് തന്നെ അങ്ങ് ആരാധിച്ച് ഒരു ചർച്ചിലും പോയിട്ടല്ല എന്റെ കുഞ്ഞുങ്ങള് റൂമിനകത്തിരുന്ന് അവരെ അഭിഷേകം പ്രാപിച്ച് നല്ലതുപോലെ അന്യഭാഷ പറഞ്ഞ് എന്റെ രണ്ടാമത്തെ മോളും എന്റെ മോനും ദൈവത്തെ ആരാധിക്കാൻ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം എനിക്ക് തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ എനിക്ക് വർണ്ണിക്കാൻ നാവുകളില്ല. ഹൈന്ദവരായിരുന്ന അന്ധകാര ശക്തികൾ തിങ്ങി നിറഞ്ഞ ദേശത്ത് നിന്നും മിഥ്യാമൂർത്തികളെ സേവിച്ചും ഭജിച്ചും ഭുജിച്ചും പോയിരുന്ന എന്റെ പിതാവിനെ തൊട്ട സ്വർഗത്തിലെ ദൈവം എന്റെ കർത്താവിനോട് ചോദിച്ചതെല്ലാം എന്റെ ദൈവം എനിക്ക് ദാനമായി തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവിന്റെ ദാസന് ശാരീരികമായ ചില പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ 1-2 വർഷം ഞങ്ങള് ഭവനത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഞങ്ങൾ പൊതു ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അനേക സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുന്നുണ്ട്. ഇനി തുടർന്നുള്ള വർഷങ്ങളിൽ ഞങ്ങൾ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവ് ഞങ്ങൾ അയക്കുന്ന ദേശത്ത് പോകുവാൻ ഞങ്ങൾ ഇരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് തുടർന്നുള്ള ജീവിതത്തിലും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കരങ്ങളിൽ മാത്രം ഞങ്ങൾ നടന്നാൽ മതി. ആ ഒരു പ്രാർത്ഥനയുള്ളൂ എന്റെ കുഞ്ഞുങ്ങൾക്ക്. അവർക്ക് ആവശ്യമായതെല്ലാം സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് അവരൊരു ചെറിയ കാര്യം പോലും ദൈവത്തോട് ചോദിച്ചാൽ ആ ദിവസം ആ കുഞ്ഞിന് വേണ്ടുന്നത് കാര്യങ്ങളെ സ്വർഗത്തിലെ ദൈവം ഒരുക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഈ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹത്തോടെ എന്റെ കുടുംബത്തെയും എന്റെ കുഞ്ഞുങ്ങളെയും ദൈവം നടത്തുന്നു. കർത്താവ് ദൈവസന്നിധിയിൽ ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ മുന്നോട്ടുള്ള വർഷങ്ങളിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഞങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് എന്നെ നടത്തിയ ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഏവർക്കും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഇത്രയും സമയം എന്നെ ശ്രവിച്ച എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ വിടുവിച്ച ദൈവം, എന്നെ ശക്തീകരിച്ച ദൈവം, എനിക്ക് വേണ്ടി അത്ഭുതത്തെ പ്രവർത്തിച്ച കർത്താവ്, എന്റെ നിർജീവിതത്തെ മാറ്റിയ ദൈവം നിങ്ങളെയും നിങ്ങളുടെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളെ പ്രശ്നങ്ങളുടെയും നടുവില് നിങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പ്രിയ സൗമ്യ സിസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ, നല്ല ഓർമ്മക്കുറിപ്പുകൾ പറയുവാൻ സിസ്റ്ററിനെ കർത്താവ് സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ പ്രിയ സിസ്റ്ററിനോടുള്ളതായ നന്ദി ഉദ്ധരണത്തിൽ അറിയിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചു കേട്ട ഒരു കാര്യം, ജനിച്ചു വളർന്ന ജീവിത ചുറ്റുപാടുകളിൽ ഉണ്ടായ ആ പ്രതിസന്ധി പ്രശ്നം, അത് മാനുഷികമായി നോക്കിയാൽ അത് സ്വാഭാവികമായ സാധാരണമായ ഒരു സംഭവമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ നാം പരിശോധിച്ച് നോക്കുമ്പോൾ, പുറകോട്ട് നോക്കിയാൽ വാസ്തവത്തിൽ അന്ന് ആ ജീവിത പശ്ചാത്തലത്തിൽ ആ കുട്ടിക്കാലത്ത് പിതാവിനും കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്കുമൊക്കെ നേരിട്ട ആ സംഭവബഹുലമായ വിഷയങ്ങൾ, സാമ്പത്തിക തകർച്ച, ബിസിനസ് തകർച്ച, ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട അനുഭവങ്ങൾ, അത് ഒന്ന് യാദൃച്ഛികമായിരുന്നില്ല. പിന്നെയോ
ദൈവം പിന്നത്തേതിൽ ചെയ്യുവാൻ ഉദ്ദേശിച്ചതായ വലിയ പ്ലാനും പദ്ധതിയുടെയും ഒരു തുടക്കമായിരുന്നു. പക്ഷെ നമുക്കതൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പിതാവ് പല സന്ദർഭങ്ങളിലും ആത്മഹത്യ ചെയ്യുവാനും ജീവിതം അവസാനിപ്പിക്കുവാനും ഒക്കെ പദ്ധതിയിട്ടു. ജീവിച്ചാൽ ഇനിയും എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ടു, നിരാശപ്പെട്ടു. കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഒക്കെ ഒഴിവാക്കിയ സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിൻ്റെ സ്നേഹം, പിതാവ് ആത്മഹത്യ ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാതിൽക്കൽ നിന്ന് ആരോ മുട്ടി വിളിക്കുന്ന ഒരു ശബ്ദം. ഒരുപാട് പ്രിയപ്പെട്ടവരുടെ സാക്ഷി ഞാനിതുപോലെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ മരണത്തിനും ജീവനും ഇടയ്ക്ക് നിൽക്കുന്ന ആ നിമിഷങ്ങളിൽ വാതിൽക്കൽ ആരോ മുട്ടുന്ന ശബ്ദം, വാതിൽക്കൽ ആരോ വന്ന് വിളിക്കുന്ന ശബ്ദം, അപ്പോൾ വരുന്ന ഫോൺ കോൾ, അപ്പോൾ ഇടപെടുന്നതായ ദൈവീയ സാന്നിധ്യം, ഒരശരീരി. അത് അസ്വാഭാവികമായ ഒന്നല്ല, പകരം ദൈവം ഒരുക്കുന്ന ഒരു വഴിയാണ്. നമ്മളത് തിരിച്ചറിയുന്നതൊക്കെ വളരെ വൈകിയാണെന്ന് മാത്രം. എന്നാൽ എവരി ഹോം ക്രൂസേഡിൻ്റെ പ്രവർത്തകരായ കർത്തൃദാസിദാസന്മാർ ആ സമയത്ത് ആ ഭവനത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടിയത് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് ദൈവം തൻ്റെ പ്രവൃത്തിയെ അവിടെ വെളിപ്പെടുത്തുകയായിരുന്നു. ആ സമയത്ത് അവരാ ഭവനത്തിൽ വന്നതും ആ സുവിശേഷ പ്രതി പിതാവിന് കൈമാറിയതും അദ്ദേഹം അത് വായിച്ചതും തുടർന്ന് ആ ഭവനവുമായിട്ടുണ്ടായിട്ടുള്ള ആത്മീയ കൂട്ടായ്മ ആത്മഹത്യയിൽ നിന്ന് ജീവങ്കലേക്കുള്ളതായൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. എന്നാൽ അവിടെ കൊണ്ട് തീർന്നില്ല. പിന്നത്തേതിൽ ആ കുടുംബം യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്തു. ആ കുടുംബത്തിൽ നിന്ന് ഓരോ പ്രിയപ്പെട്ടവരെ കർത്താവ് തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് കർത്താവിൻ്റെ നല്ല സാക്ഷ്യം പറയുവാൻ പ്രിയ സൗമ്യ സിസ്റ്ററിനെയും ദൈവം അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ ഇതൊക്കെ ഒരു സാധാരണ സംഭവമാണെങ്കിലും മുന്നമേ ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും പെട്ട കാര്യമാണ്. അതുമാത്രമല്ല, കുടുംബജീവിതത്തിൽ വന്നതിന് ശേഷം തലമുറകളില്ലാതെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നാളുകൾ, അതുപോലെ നിരാശയും ദുഃഖവും ഒക്കെ അഭിമുഖീകരിച്ച് കടന്നുപോയ ദിനരാത്രങ്ങൾ, ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന വണ്ണം ദൈവം തലമുറകളെ തന്നു. വൈദ്യശാസ്ത്രപ്രകാരം മൂന്നാമത്തെ കുഞ്ഞ് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ ദൈവം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ കൂടി ദൈവം തന്നു. അങ്ങനെ 3 അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെയും ദൈവം തന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം, കുടുംബജീവിതം, ശുശ്രൂഷ തലങ്ങൾ ഒക്കെ കർത്താവ് തന്നു. ഇത് ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരമുള്ള കാര്യപരിപാടിയിൽപ്പെട്ട കാര്യമാണ്. സ്തോത്രം. കർത്താവിൻ്റെ ദാസനെയും കുഞ്ഞുങ്ങളെയും ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനുണ്ട് നല്ല സാക്ഷ്യം വഹിപ്പാൻ പിന്നെയും കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കളെ, നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള സങ്കീർണമായ സാഹചര്യങ്ങളുടെ ഒരു പക്ഷങ്ങൾ നിങ്ങൾ കടന്നു പോകുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ എത്രയോ പ്രാവശ്യം ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. വാതിൽക്കൽ വന്ന് മുട്ടിയ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ആരൊക്കെയോ സുവിശേഷ പ്രതിയുമായി നിങ്ങളുടെ ഭവനത്തിൻ്റെ വാതിൽക്കൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊന്നും യാദൃച്ഛ്യമല്ല. നിങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ എവിടേക്കോ കണ്ണുനീരൊഴുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇടുവിൽ നിൽക്കുന്നു. അതിൻ്റെ പരിണിതഫലമായിട്ട് ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുന്നതാ. ഇനി എന്തിന് അമാന്തിച്ച് നിൽക്കുന്നു? അവസരങ്ങൾ പാഴാക്കാതെ കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കൂ, ഭവനം തുറന്നു കൊടുക്കൂ, ജീവിതം സമർപ്പിക്കൂ. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരി വസ്തുക്കൾക്കോ സമാധാനം സന്തോഷവും തരുവാൻ കഴിയത്തില്ല. നഷ്ടപ്പെട്ട സമാധാനം, നിങ്ങളുടെ കഷ്ടപ്പാടുകളെ ഒക്കെ മാറ്റി കർത്താവ് നിങ്ങൾക്ക് ക്രൂശിലെ ആ ജീവൻ, സമാധാനം, ലോകം തരുന്ന സമാധാനമല്ല, സ്വർഗീയ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരുവാൻ തക്കവണ്ണോടെയായിത്തീരും. അത് സൗജന്യമാണ്, അത് നിങ്ങൾക്ക് പ്രാപ്യമാണ്. ആകയാൽ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ. മദ്യക്കുപ്പിയോ ലഹരി വസ്തുക്കളോ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ
നിങ്ങളത് മാറ്റിവെക്കൂ. അല്പസമയം ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാട്ടെ. യേശു നിങ്ങളെ സമാധാനിപ്പിക്കുവാൻ, യേശു നിങ്ങളുടെ ഭവനത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. തൂക്കുകയറിനോ ആമേൻ മറ്റ് വിഷക്കുപ്പികൾക്കോ ഒന്നും നിങ്ങൾ ഇരയായി തീരുവാനുള്ളവരല്ല. നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരേണ്ടതാണ്. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. മറ്റു പ്രലോഭനങ്ങൾക്കൊന്നും വിധേയപ്പെട്ട് പാപത്തിലേക്ക് വലിച്ചഴിക്കപ്പെടുവാൻ പാടില്ല. പകരം ദൈവത്തിൻ്റെ വചനത്തിനും പരിശുദ്ധാത്മാവിനും വിധേയപ്പെട്ട് നല്ല ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയും. യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. യേശുവിന് നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും പുനഃസ്ഥാപിക്കുവാൻ കഴിയും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ദൈവത്തിന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാനിതാ എന്നെ തന്നെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ആര് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കും? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ മാത്രമേ ഞങ്ങൾക്ക് ആമേനെ കാണിച്ചു തരാൻ കഴിയുള്ളൂ. ആകയാൽ ആ യേശുവിനെ, ആ ദൈവത്തെ നിങ്ങളുടെ ദൈവമായി ആമേൻ നിങ്ങൾ വിശ്വസിക്കുവാൻ, അംഗീകരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവിക സമാധാനം നിങ്ങൾക്കും പ്രാപ്യമാകും. പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കർത്താവിൻ്റെ ദാസി സൗമ്യ സിസ്റ്റർ അരോമ ടിവിയുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. കർത്താവേ, ഹല്ലേലൂയ. ഈ അരോമ ടിവിയിലൂടെ കർത്താവേ, ഈ ദൈവ ശബ്ദം, ഈ ദൈവം നടത്തിയ ഈ അത്ഭുത സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ. കർത്താവെ, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവമേ, ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന ദൈവജനത്തിന്റെ ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും കർത്താവെ, അപ്പാ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കർത്താവെ, ഹല്ലേലൂയ, ഏത് വ്യക്തി ജീവിതമാണോ കർത്താവെ, ഹല്ലേലൂയ, അവരുടെ നിർജീവിതത്തെ കർത്താവ് ഈ നിമിഷം തന്നെ എടുത്തു മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിയന്റെ കർത്താവ് ഉദരത്തിന് ജീവൻ കൽപ്പിച്ച കർത്താവ്, അടിയന്റെ മേൽ കർത്താവെ അയച്ച ദൈവത്തിന്റെ ശക്തി, അടിയന്റെ മേൽ അയച്ച കർത്താവിന്റെ കൃപ ഈ സമയത്ത് കർത്താവെ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു കർത്താവെ, ഹല്ലേലൂയ, വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തതിനെ കർത്താവെ, ഹല്ലേലൂയ, ദൈവമേ നിന്റെ പ്രവൃത്തിയുടെ കരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് കർത്താവെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറാകണമേ. ഇത് കേൾക്കുന്ന ദൈവജനത്തിന്റെ കർത്താവെ, ഹല്ലേലൂയ, കർത്താവെ സ്തോത്ര ഭവനത്തിലേക്ക് കർത്താവെ ആഴമേറിയ ഒരു ദൈവ പ്രവൃത്തി നടക്കട്ടെ. കുടുംബ ജീവിതത്തിലേക്ക്, വ്യക്തികളിലേക്ക് കർത്താവെ ആഴമേറിയ കർത്താവ് വിശ്വാസം, ആഴമേറിയ ഒരു ഉറപ്പ്, എന്റെ കർത്താവ് ഒരു നാൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, അതിനുവേണ്ടി കാത്തിരിക്കുവാനുള്ള ഒരു മനസ്സ് കർത്താവെ ഈ ദിവസങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിയന്റെ കർത്താവെ, ഹല്ലേലൂയ, സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അവരൊക്കെ ആയിരിക്കുന്ന സാഹചര്യങ്ങളില്, അവരൊക്കെ ആയിരിക്കുന്ന മേഖലകളില്, അവരുടെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ കർത്താവെ, അവരുടെ ആത്മീയ മേഖലകളുടെ മേൽ കർത്താവെ, തലമുറകളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ എല്ലാം കർത്താവെ ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആത്മാവിന്റെ ശക്തിയും ബലവും കർത്താവെ ഈ ദിവസങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പിതാവിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ അവരെ നടത്തുമാറാകണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുപ്പച്ചന്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം, ആമേൻ, 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 ആമേൻ. താങ്ക് യു പ്രിയ സൗമ്യ സിസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹത്തിനടുത്ത് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും കർത്താവ് തരട്ടെ. അവസരങ്ങൾ പിന്നെയും കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടുന്ന ഓരോ പ്രേക്ഷകരുള്ളതായ നന്ദിയും ഞങ്ങൾ ഇത്തരത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ aroma.tv.com.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി
അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com